ഹായ് എവരി വൺ, മൈസെൽഫ് അൻസാർ CK. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മലേറിയയെ കുറിച്ചിട്ടാണ്. മലേറിയ നിങ്ങൾ പ്രീവിയസ് ഇയർ എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും, മലേറിയ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലേറിയ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രം പാരസൈറ്റോളജി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പഠിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കും തന്നെയാണ് മലേറിയ എന്ന് പറയുന്നത്. കാരണം കുറച്ചധികം നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് ടേംസുകളും കുറച്ചധികം അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് കുറച്ചധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ്. അത്തരത്തിൽ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്, ആദ്യമേ പറയുകയാണ്. അതുപോലെ തന്നെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഏകദേശം ഒരു അറിവ് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ചിലപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് എന്നാലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ട് തന്നെയാണ് മലേറിയ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ PSC കുറച്ചുകൂടെ ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കഴിഞ്ഞ എക്സാമുകളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് അത് ഏത് കോസേറ്റീവ് ഏജന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലൊക്കെ ചോദിക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലേറിയ എന്ന് പറയുന്ന ഈ ഒരു വാസ്റ്റ് സെഷൻ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ ലൈഫ് സൈക്കിൾ ഒന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് സൈക്കിളൊക്കെ വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ അത് ഓക്കെ ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞത് മറന്നു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് ഈ മലേറിയ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ മലേറിയ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളൊരു PSC മാത്രമായിരിക്കില്ലല്ലോ എയിം ചെയ്യുന്നത്. ഇപ്പോൾ ഈയിടെ ICMRന്റെ മലേറിയ റിസർച്ച് സെന്ററിലേക്കുള്ള എക്സാമുകളൊക്കെ വിളിക്കേണ്ടായി. അത്തരത്തിൽ മലേറിയ മാത്രം ചോദിക്കുന്ന അല്ലെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മലേറിയയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന എക്സാമുകൾ വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് മലേറിയ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് തന്നെ ക്ലാസ്സുകൾ കേട്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഏതായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ മലേറിയ എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസീസ് ആണ്, ഒരു ഡിസീസാണ്. അപ്പോൾ ഈ മലേറിയ കോസ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു കോസേറ്റീവ് ഏജന്റ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്മോഡിയം ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാസ്മോഡിയത്തിന്റെ ഒരു ചെറിയൊരു സിസ്റ്റമിക് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പ്ലാസ്മോഡിയം ഏത് അല്ലെങ്കിൽ കോസേറ്റീവ് ഏജന്റ് ഓഫ് മലേറിയ ഇൻക്ലൂഡ്സ് ഇൻ വിച്ച് ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഓർഡർ, അങ്ങനെ ചോദിക്കാം. ഏത് ഓർഡറിലാണ് ഏത് ക്ലാസ്സിലാണ് പ്ലാസ്മോഡിയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള എല്ലാ ടേംസും വായിച്ചു വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഹീമോസ്പൊറിഡ എന്ന് പറയുന്ന ഓർഡറിലാണ് വരുന്നത്. ക്ലാസ് കോക്സീഡിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. അതായത് ഒരു കോക്സീഡിയൻ പാരസൈറ്റ് ആണ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ പ്രോട്ടോസോവൻസ്, നമുക്കറിയാം പാരസൈറ്റ്സ് പ്രോട്ടോസോവൻസ് ഉണ്ട്, ഹെൽമിൻസ് ഉണ്ട്. അതിൽ പ്രോട്ടോസോവൻസിൽ പെട്ടതാണ്, ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ ആണ്. അപ്പോൾ പ്രോട്ടോസോവനിൽ തന്നെ പെട്ടിട്ടുള്ള കോക്സീഡിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ഓർഡർ ഹീമോസ്പൊറിഡ എന്ന് പറയുന്ന ഓർഡറിൽ പെട്ടിട്ടുള്ളതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീനസ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന മലേറിയൽ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ഏത് ക്ലാസ്സിലാണ് ഏത് ഓർഡറിലാണെന്നുള്ളത് മനസ്സിലായല്ലോ പ്ലാസ്മോഡിയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് മലേറിയ എന്ന് പറയുന്ന വേർഡ് മീനിങ്? മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് എന്നാണ് അർത്ഥം, ബാഡ്. അപ്പോ ബാഡ് അതേപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ എന്നാണ് അർത്ഥം. അപ്പൊ ബാഡ് എയർ, അതായത് പണ്ട് കാലത്ത് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത് പൊല്യൂട്ടഡ് എയർ വഴിയും മറ്റുള്ള സ്റ്റാഗ്നന്റ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഈ ഒരു രോഗം പടർന്നു വന്നിരുന്നത് എന്നാണ് പണ്ട് കാലത്ത്
വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മലേറിയ എന്ന പേര് പറയാൻ കാരണം. അതായത് എന്താണ്, ബാഡ് എയർ എന്നാണ് അതിന്റെ വേർഡ് മീനിങ്. ഓക്കെ, ആക്ച്വലി ഇതെന്താണ്, ഇതൊരു മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. എന്താണ്, ഒരു ആർത്രോപോഡ് ബോൺ ഡിസീസ് ആണ്. ഒരു മോസ്കിറ്റോ വഴി പകരുന്ന ഒരു ഡിസീസ് ആണ് അത് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത് കൊതുകുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പൊല്യൂട്ടഡ് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ ആളുകൾ പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നത് എന്താണ്, ഇതൊരു പൊല്യൂട്ടഡ് എയർ പൊല്യൂഷൻ വഴിയോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ വരുന്ന ഒരു ഡിസീസ് ആണെന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, മാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാഡ് എയർ എന്നാണ് അർത്ഥം. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതായത് 2-3 സയന്റിസ്റ്റുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഐ മീൻ ഇതിന്റെ ഡിസ്കവറിയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒരു ആൽഫോൺസ് ലാവറാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഫ്രഞ്ച് ആർമി സർജൻ ആണ്. ആ സർജൻ എന്ത് ചെയ്തു, ആൽഫോൺസ് ലാവറാൻ എന്ന് പറയുന്ന സർജൻ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന കോസേറ്റീവ് ഏജന്റിനെ ഡിസ്കവർ ചെയ്തത് ആൽഫോൺസ് ലാവറാൻ ആണ്. ഓക്കെ, സോ ആൽഫോൺസ് ലാവറാൻ ദ ഫസ്റ്റ് ഡിസ്കവേർഡ് ദ പ്ലാസ്മോഡിയം ആസ് എ കോസേറ്റീവ് ഏജന്റ് ഓഫ് മലേറിയ. ഓക്കെ, അദ്ദേഹം എന്താണ്, ഒരു അൾജീരിയയിലുള്ള ഒരു പേഷ്യന്റിൽ നിന്നാണ് RBCയിൽ നിന്ന് ഈ പ്ലാസ്മോഡിയത്തിന് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. സോ ഓക്കെ, അപ്പോൾ ആൽഫോൺസ് ലാവറാൻ ആദ്യമായിട്ട് പ്ലാസ്മോഡിയം ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഗോൾഗി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് അസെക്ഷൽ സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ് ഇൻ RBCയിൽ നടക്കുന്ന അസെക്ഷൽ സൈക്കിള് ഡിസ്കവർ ചെയ്തത് ഗോൾഗി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞത് ആൽഫോൺസ് ലാവറാൻ ആണ്. ആൽഫോൺസ് ലാവറാൻ ആണ് ആദ്യമായിട്ട് പ്ലാസ്മോഡിയം ഈസ് എ കോസേറ്റീവ് ഏജന്റ് എന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്, ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അസെക്ഷൽ സൈക്കിള് കണ്ടുപിടിച്ചിട്ടുള്ളത്. അസെക്ഷൽ സൈക്കിൾ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് എന്താണ്, റൊണാൾഡ് റോസ് എന്ത് ചെയ്തു, ഹാഡ് ഡിസ്ക്രൈബ്ഡ് ദ സെക്ഷൽ സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ് ഇൻ ദ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോയിൽ നിന്നും എന്താണ് സെക്ഷൽ സൈക്കിൾ അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ സൈക്കിൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സർ റൊണാൾഡ് റോസ് ആണ് ആദ്യമായിട്ട് സെക്ഷൽ സൈക്കിൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3 സയന്റിസ്റ്റുകളുടെ പേര് കിട്ടിയല്ലോ, ആൽഫോൺസ് ലാവറാൻ, ഗോൾഗി ആൻഡ് റൊണാൾഡ് റോസ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാം, ഹു ഡിസ്ക്രൈബ് ദ സെക്ഷൽ സൈക്കിൾ ഓഫ് മലേറിയ എന്ന് ചോദിക്കാം. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം സർ റൊണാൾഡ് റോസ് ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറരുത്. ഓക്കെ, 3 സയന്റിസ്റ്റുകളാണ്. മാത്രമല്ല ഈ ആൽഫോൺസ് ലാവറാൻ ആണെങ്കിലും അതേപോലെ തന്നെ റൊണാൾഡ് റോസിനാണെങ്കിലും 1902, 1907 കാലഘട്ടത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദേ ആർ നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. നമുക്കറിയാം നോബൽ പ്രൈസ് എന്ന് പറയുന്നത് 1901 ആദ്യമായിട്ട് നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങിയ 2ാമത്തെ വർഷം തന്നെ ഈ മലേറിയക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ക്ലോസ്ട്രീഡിയം ഡിഫ്തീരിയയുടെ തെറാപ്പി, അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡിസ്കവറി നടത്തിയിട്ടുള്ള ഒരാൾക്കാണ് അത് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് 1901. അതിനുശേഷം 1902 റൊണാൾഡ് റോസിന്, പിന്നീട് എന്താണ് ആൽഫോൺസ് ലാവറാൻ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചേക്കാൻ പറ്റും. ജനറൽ സയൻസ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. നെക്സ്റ്റ് വൺ, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് മലേറിയ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പ്ലാസ്മോഡിയം ആണ് ഒരു കോസേറ്റീവ് ഏജന്റ് ഓഫ് മലേറിയ എന്ന് പറയുന്നത്. ദർ ഈസ് more than 125 സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയ ആർ പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്. എന്താണ് 125-ലധികം പ്ലാസ്മോഡിയം സ്പീഷീസുകൾ പ്രസന്റ് ആണ്. അതിൽ ഏകദേശം ഒരു 5-6 മാത്രമാണ് അത് ഹ്യൂമൻസിന് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. അത് ആരൊക്കെയാണ്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവാലെ, പ്ലാസ്മോഡിയം നൗലസി. ഇത്രയും 5 ഒരു മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന. ഓക്കെ, ഒരിക്കൽ കൂടി പറയുകയാണ്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവേലെ ആൻഡ് പ്ലാസ്മോഡിയം നൗലസി. ഓക്കെ, ഇത്രയാണ് മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസ് എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ ഈ ഫസ്റ്റ് 4 നൗലസി അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷെ എന്നിരുന്നാലും ബാക്കിയുള്ള 4 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ തന്നെ വേണം. കാരണം ഇത് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്, അതായത് ബിനൈൻ ടെർഷ്യം മലേറിയ കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഏജന്റ് ഏതാണെന്നുള്ളത്. അതേപോലെ എന്താണ് മാലിഗ്നന്റ് ടെർഷ്യം മലേറിയ കോസ് ചെയ്യുന്ന ഏജന്റ് ഏതാണെന്നുള്ളതൊക്കെ ചോദിക്കും.
ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിന്റെ, അതായത് ഓരോ സ്പീഷീസ് നമ്മൾ പറഞ്ഞുള്ള 5 സ്പീഷീസിന്റെയും അവരുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മലേറിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്ലാസ്മോഡിയം വൈവാക്സ് കോസ് ചെയ്യുന്നത് they are causing benign tertium malaria and falciparum causes malignant tertium malaria and plasmodium malaria causes benign cotton malaria and plasmodium ovale causes ovale tertium malaria and knowledge causes cotidian malaria. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. വേറെ എന്താണ് എളുപ്പ വഴികളൊന്നും ഇതിനില്ല. ഓക്കെ, അപ്പോൾ വൈവാക്സ് ആണെങ്കിൽ ബിനൈൻ ടെർഷ്യം മലേറിയ, ഫാൽസിപ്പാരം ആണെങ്കിൽ മാലിഗ്നൻ ടെർഷ്യം മലേറിയ, മലേറിയ ആണെങ്കിൽ ബിനൈൻ കോട്ടൺ മലേറിയ, ഒവേല ആണെങ്കിൽ ഒവേല ടെർഷ്യം മലേറിയ, നൗളസി ആണെന്നുണ്ടെങ്കിൽ കോട്ടിഡിയൻ മലേറിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിൽ മാലിഗ്നന്റ് വരുന്നത് ഫാൽസിപ്പാരത്തിന് മാത്രമാണ്. മറ്റ് മലേറിയ ആണെങ്കിലും വൈവാക്സ് ആണെങ്കിലും ബിനൈൻ ആണ് വരുന്നത്. അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും. ബിനൈന് വരുന്ന 2 എന്ന് പറയുന്നത് വൈവാക്സ് മലേറിയയാണ്. ഫാൽസിപ്പാരം ആണെങ്കിൽ മാലിഗ്നന്റ് ആണ് വരുന്നത്. ബാക്കി രണ്ടൊന്നാണ് ഇവിടെ ടെർഷ്യൻ മലേറിയ, ഇവിടെ കോട്ടൺ മലേറിയ. ഇവിടെ എന്താണ് ഒവേല ആണെങ്കിൽ ഒവേല ടെർഷ്യൻ മലേറിയ ആണ് വരുന്നത്. നൗളസി ആണെന്നുണ്ടെങ്കിൽ കോട്ടിഡിയൻ മലേറിയ ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ. മലേറിയയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഫസ്റ്റ് വൺ ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് 2 ഹോസ്റ്റുകളുണ്ട്. 2 ഹോസ്റ്റ് ഉണ്ടെങ്കിലാണ് എന്താ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഫസ്റ്റ് വൺ എന്താണ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ് ഇതിന്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, എന്താണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റിലാണ് എന്ത് സെക്ഷൽ സൈക്കിൾ നടക്കുക. ഒരിക്കൽ കൂടി പറയാണ്, ഡെഫിനിറ്റീവ് ഹോസ്റ്റിലാണ് സെക്ഷൽ സൈക്കിൾ നടക്കുക. അപ്പോൾ ഇവിടെ സെക്ഷൽ സൈക്കിൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. So female Anopheles mosquito is the definitive host and അവിടെയാണ് എന്ത് സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സ്പോറോഗോണി എന്ന് പറയുന്നത്. ഓക്കെ, സ്പോറോഗോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ സൈക്കിൾ എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ് മാൻ ആണ്. മാൻ ആക്ട് ആസ് എ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. അവിടെയാണ് അത് അസെക്ഷൽ സൈക്കിൾ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിലാണ് അത് അസെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഷൈസോഗോണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ഹോസ്റ്റിന്റെ പേര് കിട്ടിയല്ലോ, ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആൻഡ് മാൻ. എന്താണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഈസ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഈസ് മാൻ. ഓക്കെ, ഇതോടുകൂടെ തന്നെ പഠിച്ചു പോകണം. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ് എന്താണ് 2 ഹോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് എന്താണ് ഹ്യൂമൻ ബീയിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഹ്യൂമൻ സൈക്കിളാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ആരാണ്? ദ സ്പോറോസോയിഡ് ഫോംസ് ഓഫ് പാരസൈറ്റ്സ്, ദേ ആർ ദ ഇൻഫെക്റ്റീവ് ഫോം ടു മാൻ. ആ കാര്യം മറക്കരുത്. കാരണം എന്താണ് ഇവിടെ 2 ഹോസ്റ്റ് ഉണ്ട്. മാനിനുള്ള the sporozoite form of parasites to man ആണെന്ത് ഈ സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് നേരെ തിരിച്ച് മോസ്കിറ്റോന്റെ കേസിൽ എന്താണ് ഇൻഫെക്റ്റീവ് ഫോം ടു മോസ്കിറ്റോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ അടുത്ത് നടന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഫെക്റ്റീവ് ഫോം ടു മാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മാനിന് വരുന്ന ഇൻഫെക്റ്റീവ് ഫോം അതെന്താണ് സ്പോറോസോയിറ്റ് ആണ്. നേരെ തിരിച്ചത് എന്താണ് ഇൻഫെക്റ്റീവ് ഫോം ടു മോസ്കിറ്റോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അത് ഗാമറ്റോസൈറ്റ് ആണ്, അത് സ്പോറോസോയിറ്റ് അല്ല. നമ്മൾ പിന്നീട് നോക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വളരെയധികം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കണം. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാം. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് റൈറ്റ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ എന്താണ് അവിടെ ചെറിയ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്പോറോസോയിറ്റ് ആണെന്ത് ഹ്യൂമൻ ബീയിങ്ങിന് ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ദേ ആർ പ്രസന്റ് ഇൻ ദ സലൈവറി ഗ്ലാൻഡ് ഓഫ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ. കാരണം എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ് ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫീമെയിൽ ആയിട്ടുള്ള അനോഫിലിസ് മോസ്കിറ്റോ മാത്രമാണ് അത് മലേറിയ കോസ് ചെയ്യുന്നത്. മെയിൽ അനോഫിലിസ് മോസ്കിറ്റോ കോസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഫീമെയിൽ ആയിട്ടുള്ള അനോഫിലിസ് മോസ്കിറ്റോ എന്താണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു ബൈറ്റ് ചെയ്യുമ്പോൾ അവരെന്താണ് ബ്ലഡ് അടിക്കുകയാണ്, ബ്ലഡ് മീൽ ചെയ്യുകയാണ്. ബ്ലഡ് മീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അവരുടെ സലൈവറി ഗ്ലാൻഡിലുള്ള സ്പോറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ബ്ലഡിലേക്ക് അടക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് മെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മെയിൽ മോസ്കിറ്റോസ് ഫ്രൂട്ട് സ്വാപ്പ് അല്ലെങ്കിൽ എന്താണ് ഈ പുല്ലിന്റെ ആ ഒരു തണ്ടിലൊക്കെയാണ് അവർ മെയിനായിട്ട് അവരുടെ ഫുഡ് കഴിക്കുക.
അവരെന്താണ് ബ്ലഡ് എടുക്കാറില്ല. പക്ഷെ നേരെ തിരിച്ച് എന്താണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് എന്താണ് അവരുടെ ബ്രീഡിങ്ങിന് ആവശ്യമായിട്ട് എന്താണ് നമ്മളുടെ ബ്ലഡ് മീൽ എടുക്കും. ഓക്കെ, അപ്പൊ അവർക്കൊരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർ നമ്മൾ ബ്ലഡ് മീൽ എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇസ് ദ ഇൻഫെക്റ്റീവ് എന്താണ് കോസേറ്റീവ് അല്ലെങ്കിൽ എന്താണ് വെക്ടർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് നമ്മൾ ബൈറ്റ് ചെയ്യുന്നത്. ബൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ സലൈവറി ഗ്ലാൻഡിലുള്ള സ്പോറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു നമ്മളെ ബോഡിയിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ദാറ്റ് വേ ഇറ്റ് ഈസ് ദ ഇൻഫെക്റ്റീവ് ഫോം ടു ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നോർമലി നമുക്കൊരു ഇൻഫെക്ഷൻസ് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം മലേറിയ എന്ന് പറയുന്നത് എന്താണ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അല്ലെങ്കിൽ ട്രാൻസോവേറിയൻ ട്രാൻസ്മിഷൻ വഴി, അതായത് എന്താണ് ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്താണ് പ്ലാസന്റ വഴി ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ പ്ലാസന്റ വഴിയോ അത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിൽ അവിടെ എന്താണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് മീറോസോയിറ്റ് ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ് സ്പോറോസോയിഡ്സ് എവിടെയാണ് നമ്മളെ മോസ്കിറ്റോയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ മോസ്കിറ്റോയിൽ നിന്ന് നമ്മൾ ബോഡിയിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ആ സ്പോറോസോയിഡ്സ് ബ്ലഡിലേക്ക് എത്തിയിട്ട് ആ സ്പോറോസോയിഡ്സുകൾ പിന്നെ കൺവേർട്ട് ചെയ്ത് പല ഫോമുകളിലേക്ക് മാറി എന്തായാലും മീറോസോയിഡ്സുകളായിട്ട് വരും. അങ്ങനെ മീറോസോയിറ്റ് ഫോംസിലാണ് നമ്മളെ ബ്ലഡിൽ പിന്നീട് പ്രസന്റ് ആയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ ബ്ലഡ് അല്ല ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മീറോസോയിഡ്സ് ഫോംസ് ആർ ദ ഇൻഫെക്റ്റീവ് ഫോം വെൻ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർ പ്ലാസന്റൽ ട്രാൻസ്മിഷൻ ഈസ് ദ കോസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അല്ലെങ്കിൽ പ്ലാസന്റ വഴിയൊക്കെയാണ് ഇൻഫെക്ഷൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇൻഫെക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് മീറോസോയിഡ്സുകളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. കാരണം സ്പോറോസോയിഡ്സ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അതായത് നോർമൽ ട്രാൻസ്മിഷൻ വഴി എന്താണ് ഇൻഫെക്റ്റീവ് ഏജന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറോസോയിറ്റ് ആണ്. ഓക്കെ, സ്പോറോസോയിഡ്സ് ആണ് നോർമലി ഒരു ട്രാൻസ്മിഷൻ വഴി ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ പ്ലാസന്റൽ ട്രാൻസ്ഫർ വഴിയാണെന്നുണ്ടെങ്കിൽ മീറോസോയിഡ്സ് ആണ്. ചില ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചേക്കാം, എന്താണ് മലേറിയ ഒരാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ പ്ലാസന്റൽ ട്രാൻസ്മിഷൻ വഴിയോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പോറോസോയിറ്റ് എഴുതരുത്. അവിടെ എന്താണ് മീറോസോയിറ്റ് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാറില്ലല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റയർലി എന്താണ് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അതുപോലെ തന്നെ ട്രാൻസ്പ്ലാസന്റൽ ട്രാൻസ്മിഷൻ വഴി എന്താണ് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. മെജോറിറ്റി എന്താണ് അല്ലെങ്കിൽ മെയിൻലി എന്താണ് മോസ്കിറ്റോ ബൈറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. In human, asexual cycle takes place through the following stage. അതായത് നമ്മൾ ഹ്യൂമൻ സൈക്കിളിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അസെക്ഷൽ സൈക്കിൾ അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കിളിൽ തന്നെ 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജ് ഏതൊക്കെയാണ്? പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി, എറിത്രോസൈറ്റിക് ഷൈസോഗണി ആൻഡ് ഗാമെറ്റോഗണി. ഷൈസോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെക്ഷൽ സൈക്കിൾ എന്നാണ് മീനിങ്, അല്ലെങ്കിൽ അസെക്ഷൽ സ്റ്റേജ് എന്നാണ് മീനിങ്. അപ്പോൾ പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിത്രോസൈറ്റ് എത്തുന്നതിനും, എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് RBC. അപ്പോൾ RBC എത്തുന്നതിന് മുമ്പുള്ള ഒരു അസെക്ഷൽ സ്റ്റേജ് ആണത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് RBCയിലല്ല നടക്കുന്നത്, RBCയിൽ എത്തുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. ഇത് മെയിൻലി നടക്കുന്നത് ലിവറിലാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി. ദേ ആർ എന്താണ് എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC ആണ്. അപ്പൊ RBCയിൽ നടക്കുന്ന സെക്ഷൽ സ്റ്റേജ് ആണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് ഗാമെറ്റോഗണി. ഗാമെറ്റോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമെറ്റോസൈറ്റ്സുകൾ ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് ഗാമെറ്റോഗണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മോസ്കിറ്റോ എന്താണ് ബൈറ്റ് ചെയ്ത് അവരിൽ നിന്നാണ് സ്പോറോസോയിഡ്സുകൾ നമുക്ക് കിട്ടിയ സ്പോറോസോയിഡ്സുകൾ പിന്നീട് എന്താണ് ലിവറിലേക്കാണ് പോകുന്നത്. ലിവറിൽ വെച്ചിട്ടാണ് എന്ത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി നടക്കുന്നത്. ഈ പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി നടക്കുന്നത് എവിടെയാണ്? ലിവറിലാണ്. ഓക്കെ, ലിവറിൽ വെച്ച് നടക്കുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് എന്ത്? പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് അവിടെ ഒരു സൈക്കിളായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കാം, നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ അതിനുശേഷം എന്താണ് എറിത്രോസൈറ്റിക് ഷൈസോഗണിയാണ് നടക്കുന്നത്. എറിത്രോസൈറ്റിക് സൈക്കിൾ, അതായത് പിന്നീട് ലിവറിൽ നിന്ന് റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിലുള്ള ഫോംസുകൾ വന്നിട്ട് RBCനെ ഇൻഫെക്ട് ചെയ്യുന്നു. RBCനെ ഇൻഫെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, RBCയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അതാണ് എന്ത് എറിത്രോസൈറ്റിക് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ RBCയിൽ നിന്നും പിന്നെ അത് പുറത്തേക്ക് റപ്ചർ ചെയ്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലഡിൽ വെച്ചിട്ട് എന്ത് ഗാമെറ്റോസൈറ്റുകളായിട്ട് മാറും.
മാറുന്നു. ആ ഗമറ്റോസൈറ്റുകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നു മോസ്കിറ്റോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊസീജിയറിനും ഈ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് ഗാമറ്റോഗണി എന്ന് പറയുന്നത്. ആ ഗാമറ്റോസൈറ്റ്സുകൾ ഉണ്ടാവാനുള്ള ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഗാമറ്റോഗണി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറഞ്ഞാൽ ദി സ്റ്റേജ് ഒക്കർ ഇൻ ലിവർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലിവറിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് എന്താണ് അത്തരത്തിൽ എന്താണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പേര് വരാൻ കാരണം എന്താണ്, ബിഫോർ ദ ഇൻവേഷൻ ഓഫ് ആർ ബി സിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എന്തായിരുന്നു ഇത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻട്രാഹെപ്പാറ്റിക് അല്ലെങ്കിൽ ടിഷ്യൂ സ്റ്റേജ്. ഈ ഇത്തരത്തിലുള്ള പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ പേരുകളാണ്? ചിലപ്പോൾ പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് ആയിരിക്കില്ല ചോദിക്കുന്നത്. എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് എവിടെ വെച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഇൻട്രാഹെപ്പാറ്റിക് സ്റ്റേജ് എവിടെ വെച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ടിഷ്യൂ സ്റ്റേജ് ഓഫ് മലേറിയ എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ 3 പേരുകൾ ഓർത്തു വെക്കുക. എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ്, ഇൻട്രാഹെപ്പാറ്റിക് സ്റ്റേജ് ആൻഡ് ടിഷ്യൂ സ്റ്റേജ്. ഇത്രയും പേരുകൾ എന്താണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണിയെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ആ ഒരു ഓൾ ലൈഫ് സൈക്കിൾ ഓർ അസഷൻ സൈക്കിൾ എന്ന് പറയുന്ന തരത്തിലായിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പിക്ചറിനെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ലിവറിലേക്ക് എത്തുന്നു, ലിവറിൽ നിന്ന് എന്ത് ചെയ്യുന്നു അത് ബ്ലഡ് വഴി എന്ത് ചെയ്യുന്നു ആർ ബി സികളിലേക്ക് എത്തുന്നു, ആർ ബി സിയിൽ അവിടെ എന്താണ് ഒരു സ്റ്റേജ് നടക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു ഗമറ്റോസൈറ്റുകൾ ഉണ്ടാവുന്നു. ആ ഗമറ്റോസൈറ്റിനെയാണ് പിന്നീട് എന്താണ് മോസ്കിറ്റോ എന്താണ് ഇൻജസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നീട് ആ സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ അസെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതാണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണിയിൽ എന്താ നടക്കുന്നത്? ഹ്യൂമൻ ബീയിങ്ങിൽ നിന്നും എന്താണ് നമുക്കറിയാം മോസ്കിറ്റോയിൽ നിന്നും സ്പോറോസോയിസുകൾ വരുന്നു. ആ സ്പോറോസോയിസ് എന്ത് ചെയ്യുന്നു നേരെ ലിവറിലേക്ക് എത്തുന്നു. സ്പോറോസോയിസ് ആണ് ദ ഇൻഫെക്റ്റീവ് ഫോം ടു ദ മാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ സ്പോറോസോയിസുകൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ ലിവറിലേക്ക് എത്തുന്നു. ലിവറിൽ എത്തിയതിനു ശേഷം ആ സ്പോറോസോയിസുകളാണത് ഇത് ലിവർ സെൽസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ആ ലിവർ സെൽസിനെ എഫക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു സ്പോറോസോയിസ് കണ്ടോ ആ ഒരു ഇങ്ങനെ ഈ സ്പോറോസോയിസ് കണ്ടോ ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടാണ് വരിക. ഈ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോറോസോയിസുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ലിവർ സെൽസിനെ എഫക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു അതൊരു റൗണ്ടഡ് സ്ട്രക്ചർ ആയിട്ട് മാറുക ചെയ്യുന്നു. ആ എന്താണ് സ്പോറോസോയിസ് എന്ത് ചെയ്യുന്നു റൗണ്ടഡ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അത്തരത്തിൽ ആ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണെന്ത് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ സ്പോറോസോയിസ് എന്ത് ചെയ്യുന്നു അതിന്റെ ആ ഒരു സ്ട്രക്ചർ മാറി അതിന്റെ മോർഫോളജി മാറിയിട്ട് കുറച്ചും കൂടി റൗണ്ടഡ് ആയിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് ട്രോഫോസോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു അത് നേരെ ആ ഒരു സ്റ്റേജ് മാറിയിട്ട് എന്ത് ചെയ്യുന്നു അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ബൈനറി ഫിഷൻ വഴി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ വഴിയൊക്കെ എന്ത് ചെയ്യുന്നു അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അതിനെ ഒരു പ്രീ എറിത്രോസൈറ്റിക് ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോണ്ട് ആയിട്ട് മാറാൻ ചെയ്യുക ഈ ട്രോഫോസോയിസുകൾ. അതായത് കണ്ടോ ഒരുപാട് ചെറിയ ചെറിയ ഡോട്ടറും ട്രോഫോസോയിസുകളായിട്ട് മാറുന്നു. ചെറിയ ചെറിയ ട്രോഫോസോയിറ്റുകളായിട്ട് മാറുക ചെയ്യുക. അത്തരത്തിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഷൈസോണ്ട് എന്ന് പറയുന്നത്. അത് എന്താണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജിൽ നടക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് എന്ത് പറയാം പ്രീ എറിത്രോസൈറ്റിക് ഷൈസോണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഷൈസോണ്ട് ആയിട്ട് മാറി. ഓക്കെ, ഓരോരോ ടേമുകൾ ഓർത്ത് വെക്കണം. എന്നാൽ ഫസ്റ്റ് വൺ സ്പോറോസോയിറ്റ് ആണ്. സ്പോറോസോയിസ് എന്തായി ട്രോഫോസോയിറ്റ് ഉണ്ടായി. ട്രോഫോസോയിറ്റ്സ് എന്തായി ഷൈസോണ്ട് ഉണ്ടായി. ആ ഷൈസോണ്ട് നിന്ന് പിന്നീട് എന്തായി അതെന്താ ഇവിടെ നിന്ന് റപ്ചർ ചെയ്ത് പുറത്തേക്ക് വന്നു. ആ ലിവർ സെല്ലുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആ ഒരു ഓരോരോ എന്താണ് ട്രോഫോസോയിറ്റ്സുകൾ ഉണ്ടല്ലോ ഓരോരോ ഡോട്ടർ ട്രോഫോസോയിറ്റ്സുകൾ എന്ത് ചെയ്യുന്നു റപ്ചർ ചെയ്ത് പുറത്തേക്ക് വന്നു. അതിന് പറയുന്ന പേരാണ് മീറോസോയിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ലിവർ സെൽസിൽ നടക്കുന്നതുകൊണ്ട് എന്താണ് ഹെപ്പാറ്റിക് മീറോസോയിഡ്സ് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, അപ്പൊ ഹെപ്പാറ്റിക് മീറോസോയിഡ്സുകളാണ് അവിടെ ഫൈനലി ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് സ്പോറോസോയിഡ്സ് ആണ് ഉള്ളിലേക്ക് കടന്നത്. ഉള്ളിലേക്ക് കടന്നിട്ട് എന്ത് ചെയ്യുന്നു അത് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറി. ട്രോഫോസോയിഡ്സ് എന്താണ് ഷൈസോണ്ട് ആയിട്ട് മാറി. ഷൈസോണ്ട് അത് ഹെപ്പാറ്റിക് മീറോസോയിഡ്സുകളായിട്ട് മാറി. ആ ഹെപ്പാറ്റിക് മീറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു അവിടുന്ന് റപ്ചർ ചെയ്ത് വന്ന് നേരെ ബ്ലഡിലേക്ക് കടക്കുക ചെയ്യുക. ബ്ലഡിലേക്ക് കടന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു അത് ആർ ബി സിനെ പോയിട്ട് ഇൻവേഡ് ചെയ്യും. ഈ ആർ ബി സിനെ ഇൻവേഡ് ചെയ്യുമ്പോൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണ് എറിത്രോസൈറ്റിക് സ്റ്റേജ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീ എറിത്രോസൈറ്റ് ഷൈസോഗണിയിൽ പറയുന്നത്. അതിന്റെ ഓരോരോ സ്റ്റേജുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? മോട്ടൈൽ സ്പോറോസൈറ്റ്സ് ലീവ് ദ സർക്കുലേഷൻ ആൻഡ് എൻറ്റർ ദ ലിവർ. സ്പോറോസൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നു? ലിവറിലേക്ക് എത്തുന്നു. ദേ ആർ മോട്ടൈൽ ആണ്. ദ സ്പിൻഡിൽ ഷേപ്ഡ് സ്പോറോസൈറ്റ്സ് ബിക്കം റൗണ്ടഡ് ആൻഡ് ലോസ് ദെയർ അപ്പിക്കൽ കോംപ്ലക്സ്. അവരെന്തായാലും അതിന്റെ സ്ട്രക്ചർ മാറിയിട്ട് എന്തായിരുന്നു? റൗണ്ട് ആയിട്ട് മാറുന്നു. ദെൻ ട്രാൻസ്ഫോം ടു ട്രോഫോസൈറ്റ്സ്. അതാണ് അവരുടെ ഫീഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫീഡിംഗ് സ്റ്റേജ് ഓഫ് മലേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ട്രോഫോസോയിറ്റ്. അപ്പോൾ ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു. എന്നിട്ട് അതിനുശേഷം ട്രോഫോസൈറ്റ്സ് അണ്ടർഗോ സെവറൽ ന്യൂക്ലിയർ ഡിവിഷൻസ് ദാറ്റ് ഇസ് ഷൈസോഗണി ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു പ്രീ എറിത്രോസൈറ്റ് ഷൈസോൺ. അവിടെ നിന്നാണ് അവിടുന്ന് ഒരുപാട് മൾട്ടിപ്പിൾ ഡിവിഷൻസ് നടന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രീ എറിത്രോസൈറ്റ് ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ആ ഷൈസോണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? They are contain several merocytes which are released outside on the rupture and attack the RBC to perform the erythrocyte ഷൈസോഗണി. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരുപാട് മീറോസോയിഡ്സുകൾ അടങ്ങിയിട്ടുള്ളതാണല്ലോ ഒരു ഷൈസോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷൈസോണ്ട് നിന്നാൽ ആ ഒരു സെല്ല് എന്ത് ചെയ്യുന്നില്ല, റപ്ചർ ചെയ്തിട്ട് അതിലുള്ള ഓരോരോ മീറോസോയിഡ്സുകൾ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പിന്നീട് പോയിട്ട് RBCനെ പോയിട്ട് ഇൻവേഡ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു? എറിത്രോസൈറ്റ് ഷൈസോഗണി ഹാപ്പൻ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. Some sporozoites of Plasmodium vivax and Plasmodium ovale don't develop further and may remain as hypnozoites. അതായത് ഹിപ്നോസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? They are causing relapse of malaria. Relapse of malaria എന്ന് പറയുന്നത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിലാപ്സ് ഓഫ് മലേറിയ കണ്ടോ? റിലാപ്സ് ഓഫ് മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മോഡിയം വൈവാക്സ് അതേപോലെ തന്നെ ഒവേല്, ഈ രണ്ട് സ്പീഷീസിന്റെ കേസിൽ ഇവിടെ മാത്രമാണ് എന്ത് റിലാപ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിൽ എന്ത് ചെയ്യുന്നു? ഇവര് നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ബ്ലഡിൽ നമ്മളെ നോർമലി എന്താണ് ഒരു മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് സ്പോറോസോയിഡ്സുകൾ നമ്മുടെ ലിവറിലേക്ക് എത്തുന്നു. ലിവറിന് എന്ത് ചെയ്യുന്നു? ആ സ്പോറോസോയിഡ്സുകൾ എന്തായിരുന്നു? അവിടുന്ന് പ്രീ എറിത്രോസൈറ്റ് സ്റ്റേജ് വഴി എന്ത് ചെയ്യുന്നു? മീറോസോയിഡ്സുകളായിട്ട് മാറുന്നു. അങ്ങനെ ആ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നോർമലി നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ചില സെല്ലുകൾ, ചില സ്പോറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിട്ട് ഡോർമെന്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എന്താ ലാറ്റന്റ് ആയിട്ട് നിൽക്കും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും സംഭവിക്കാതെ ഫർദർ എന്താണ് ഒരു ഡെവലപ്മെന്റ് നടക്കാതെ അവിടെ ഇങ്ങനെ ഒരു മുരടിച്ച് നിൽക്കുക ചെയ്യുക, ഡോർമെന്റ് ആയിട്ട് നിൽക്കുക ചെയ്യുക. അത്തരത്തില് ആ ഡോർമെന്റ് സ്പോറോസോയിഡ്സുകൾക്ക് പറയുന്ന പേരാണ് ഹിപ്നോസോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിപ്നോസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നിൽക്കുന്ന ഡോർമെന്റ് ആയിട്ടുള്ള ആ ഒരു സ്പോറോസോയിഡ്സുകളാണ് ഡോർമെന്റ് ഹിപ്നോസോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോർമെന്റ് ഹിപ്നോസോയിഡ്സുകൾ പിന്നീട് എന്താണ്? പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരുമ്പോൾ അത് റീആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പിന്നീട് അത് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ അവർ കാലാകാലം എന്താണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? റീആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പിന്നെ എന്താണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ റീആക്ടിവേറ്റ് ചെയ്ത് കാണിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന ആ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് റിലാപ്സ് ഓഫ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഒന്ന് ഒളിഞ്ഞിരിക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു അവസരം വരുമ്പോൾ പിന്നീട് അത് കുറച്ച് കാലം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, കുറച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? അത് റീആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള റിലാപ്സ് കാണിക്കുന്ന രണ്ട് സ്പീഷീസുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് പ്ലാസ്മോഡിയം ഒവേലെ. ഇവ രണ്ടുപേരാണ് എന്ത് റിലാപ്സ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? റിക്രൂഡസൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. റിക്രൂഡസൻസ് ഇവർ രണ്ടുപേരാണ് റിലാപ്സ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആരാണ്? ഫാൽസിപ്പാരോ മലേറിയോ അല്ലേ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാര ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. അവർ രണ്ടുപേരാണ് എന്ത് റിക്രൂഡസൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിക്രൂഡസൻസ് കാണിക്കുന്ന സ്പീഷീസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കാം: ഓപ്ഷൻ എ ഫാൽസിപ്പാരം, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ ഡി ഒവേലെ, ആൻഡ് ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ എ ആൻഡ് ബി, അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ എന്താണ് ഇവിടെ? ഫാൽസിപ്പാരം ആൻഡ് മലേറിയയാണ് റിക്രൂഡസൻസ് കോസ് ചെയ്യുന്നത്. റിലാപ്സ് കോസ് ചെയ്യുന്നത് ആരാണ്? വൈവാക്സ് ആൻഡ് ഒവേലെ. ഓക്കെ, മറക്കരുത്. ഓക്കെ, റിലാപ്സ് കോസ് ചെയ്യുന്നത് വൈവാക്സ് ആൻഡ് ഒവേലെ, റിക്രൂഡസൻസ് കോസ് ചെയ്യുന്നത് ഫാൽസിപ്പാരം ആൻഡ് മലേറിയ. FM ആണെന്ത്? റിക്രൂഡസൻസ്. BO ആണ് അത് റിലാപ്സ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ ജസ്റ്റ് നോക്കാം. റിലാപ്സ് ആണെങ്കിൽ എന്താണ്? They are seen in the Plasmodium ovale and വൈവാക്സ് ഇൻഫെക്ഷൻസ്. റിക്രൂഡസൻസ് ആണെങ്കിൽ ഫാൽസിപ്പാരത്തിലും മലേറിയയിലാണ് കാണിക്കുക. പിന്നെ സ്പോറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു? റിലാപ്സിന്റെ കേസിൽ സ്പോറോസോയിഡ്സുകൾ ഡോണ്ട് ഡെവലപ്പ് ഇൻ ടു പ്രീ എറിത്രോസൈറ്റ് ഷൈസോൺ ബട്ട് റിമെയിൻ ഡോർമെന്റ് ഫോർ 3 weeks to 1 year. 3 weeks to 1 year ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡോർമെന്റ് ആയിട്ട് എന്താണ് ഷൈസോൺ ഒന്നായി മാറാതെ എന്ത് ചെയ്യുന്നു? അവിടെ ഡോർമെന്റ് ആയിട്ട് നിൽക്കുക ചെയ്യുക.
ഫാൽസിപ്പാരം മലേറിയയുടെ കേസിലാണ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിക്രൂഡൻസസ് ഇസ് ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് പാരസിസ്. അതായത് എന്താണ്, ആന്റി മലേറിയൽ ഡ്രഗുകൾ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ആന്റി മലേറിയൽ റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം കുറച്ചധികം എന്താണ് അവിടെ തന്നെ പേഴ്സിസ്റ്റ് ചെയ്യാൻ ചെയ്യുക, കുറച്ച് സ്പീഷീസുകൾ എന്താണ് അവിടെ പേഴ്സിസ്റ്റ് ചെയ്യാൻ ചെയ്യുക. അത്തരത്തിലാണ് അവിടെ റിക്രൂഡൻസസ് കോസ് ചെയ്യുന്നത് ഫോർ ഫാൽസിപ്പാരം മലേറിയ. ഇനി പ്ലാസ്മോഡിയം മലേറിയന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം റിക്രൂഡൻസൻസ് ആണ്, അതായത് ഒരുപാട് കാലങ്ങൾക്ക്, അതായത് ഏകദേശം ഒരു 60 വർഷത്തോളം അവിടെ എന്താണ് റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നുണ്ട് പ്ലാസ്മോഡിയം മലേറിയന്റെ കേസിൽ. അപ്പോൾ ചില ക്വസ്റ്റൻസ് ഇങ്ങനെ ചോദിക്കാം, ലോങ് ടേം റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്മോഡിയം മലേറിയ എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ ആണ് ലോങ് ടേം റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറിത്രോസൈറ്റിക് സ്റ്റേജിന്റെ എന്താണ് അൺഡിറ്റക്റ്റബിൾ ലെവലിൽ നിന്ന് ബ്ലഡ് ആയതുകൊണ്ടാണ് എന്താ അവിടെ റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നത്. അതായത് എറിത്രോസൈറ്റിക് സ്റ്റേജ് എന്ത് ചെയ്യുന്നത് വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് വർഷങ്ങളോളം അവിടെ അത് പെർസിസ്റ്റ് ചെയ്യാൻ ചെയ്യുക. അത്തരത്തിലാണ് പ്ലാസ്മോഡിയം മലേറിയയുടെ കേസിൽ റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് റിലാപ്സിന്റെ കേസിന് റിക്രൂഡൻസൻസിന്റെ കേസിന് പറയാനുള്ളത്. അത് രണ്ടും എന്താണെന്ന് ചോദിച്ച് കാണാറില്ല, കാണിക്കുന്ന സ്പീഷീസുകളാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ റിലാപ്സ് കാണിക്കുന്ന സ്പീഷീസുകൾ OV ആണ്, ഒവേലെ ആൻഡ് വൈവാക്സ് ആണ്. റിക്രൂഡൻസൻസ് കോസ് ചെയ്യുന്നത് FM ആണ്, ഫാൽസിപ്പാരം ആൻഡ് മലേറിയ ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എറിത്രോസൈറ്റിക് ഷൈസോഗണിയാണ്. പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എറിത്രോസൈറ്റിക് ഷൈസോഗണിയാണ്. എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് RBC എറിത്രോസൈറ്റിൽ നടക്കുന്നത്, ദാറ്റ് ഈസ് RBCയിൽ നടക്കുന്ന സ്റ്റേജ് ആണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി വഴി എന്ത് ചെയ്യുന്നു, ഹെപ്പാറ്റിക് മീറോസോയിസുകൾ റപ്ചർ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. അത് ബ്ലഡ് ത്രൂ എന്ത് ചെയ്യുന്നു, RBCയിലേക്ക് എത്തുന്നു. RBCന് എന്ത് ചെയ്യുന്നു, ആ ഹെപ്പാറ്റിക് മീറോസോയിസുകൾ ഇൻവേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ RBCന് പുറത്തേക്ക് ഇങ്ങനെ എത്തും, അവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ മീറോസോയിസുകൾ നേരെ RBCന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഹെപ്പാറ്റിക് മീറോസോയിസ് ഇൻസൈഡ് ദ RBCന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ മീറോസോയിസുകൾ ഇങ്ങനെ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, റിംഗ് ഫോം ആയിട്ട് മാറുന്നു. റിംഗ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ട്രോഫോസോയിസുകൾ തന്നെയാണ്. ഏർലി സ്റ്റേജ് ഓഫ് ട്രോഫോസോയിസിന് പറയുന്ന പേരാണത് റിംഗ് ഫോം എന്ന് പറയുന്നത്. ഏർലി സ്റ്റേജ് ഏർലി സ്റ്റേജ് ഓഫ് ട്രോഫോസോയിറ്റ് ആണെന്ത് റിംഗ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മീറോസോയിസുകൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നു, ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്താണ്, RBCയുടെ ഉള്ളിലാണ് നടക്കുന്നതെന്നുള്ളൂ. അപ്പോൾ മീറോസോയിസുകൾ എന്ത് ചെയ്യുന്നു, RBCനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കുന്നു. കടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ മീറോസോയിസുകൾ ഏർലി ഫോം ഓഫ് ട്രോഫോസോയിസുകളായിട്ട് പോകുന്നു. അതിന് പറയുന്ന പേരാണ് റിംഗ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിംഗ് ഫോം എന്താ, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ലാബ് ഡയഗ്നോസിസ് പറയുമ്പോൾ എന്താണ് റിംഗ് ഫോം അല്ലെങ്കിൽ ട്രോഫോസോയിഡ്സ്, മീറോസോയിഡ്സ് അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് റിംഗ് ഫോം എന്ന് മനസ്സിലായില്ല. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഏർലി സ്റ്റേജ് ഓഫ് ട്രോഫോസോയിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പിന്നീട് എന്ത് ചെയ്യുന്നു, ലൈറ്റ് സ്റ്റേജ് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു അമീബോയിഡ് ഫോം ആയിട്ട് മാറുക ചെയ്യുക. ആ ഒരു എന്താണ്, ഇത്തരത്തിലാണ് റിംഗ് ഫോം കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടെ എൻലാർജ് ചെയ്തിട്ട് ഒരു അമീബോയിഡ് ഫോം ആയിട്ട് മാറുക. അതിന് പറയുന്ന പേരാണ് ലൈറ്റ് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, RBC റിംഗ് ഫോമിൽ നിന്ന് ലൈറ്റ് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇമ്മച്വർ ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ട്രോഫോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രോഫോസോയിസുകൾ എന്ത് ചെയ്യുന്നു, പിന്നെ ബൈനറി ഫിഷൻ വഴി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ വഴി എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ചെറിയ ചെറിയ മീറോസോയിറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഇമ്മച്ചർ ഷൈസോണ്ട്. അതിൽ നിന്ന് പിന്നെ എന്തായിരുന്നു, മെച്ചർ ഷൈസോണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഷൈസോണ്ട് ഫോം ചെയ്യുന്നു ഫ്രം ട്രോഫോസോയിറ്റ്. ലൈറ്റ് ട്രോഫോസോയിസിൽ എന്ത് ചെയ്യുന്നു, ഷൈസോണ്ട് ഫോം ചെയ്യുന്നു. ഷൈസോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് മീറോസോയിസുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഷൈസോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ഈ ഷൈസോണ്ട്, അതായത് ഈ മീറോസോയിസുകൾ അടങ്ങിയിട്ടുള്ള ഷൈസോണ്ട് ഉണ്ടല്ലോ, അത് റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ മീറോസോയിസുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് പുറത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പിന്നീട് അത് തിരിച്ച് കുറച്ചെണ്ണം എന്താണ് ഇവിടേക്ക് വന്നിട്ട് അടുത്ത RBC, നോൺ ഇൻഫെക്റ്റഡ് ആയുള്ള RBCകൾ ഉണ്ടാവുമല്ലോ, അവരെ പിന്നെയും പോയിട്ട് അത് ഇൻഫെക്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ഈ മീറോസോയിറ്റ്സുകളും ഹെപ്പാറ്റിക് മീറോസോയിറ്റ്സും തമ്മിൽ സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ എറിത്രോസൈറ്റിക് മീറോസോയിഡ്സും ഹെപ്പാറ്റിക് മീറോസോയിഡ്സ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, എറിത്രോസൈറ്റിക് മീറോസോയിഡ്സുകൾക്കും
ഹെപ്പാറ്റിക് ന്യൂറോസൈറ്റുകൾക്ക് എന്താണ് RBCനെ ഇൻവേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ പിന്നീട് എന്ത് ചെയ്യുന്നു, അത് അവിടെ ആ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യാം. അതിൽ കുറച്ചാണ് ബാക്കിയുള്ള കുറച്ച് ന്യൂറോസൈറ്റുകൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഗാമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു. അതിനെ പറയുന്ന പേരാണ് ഗാമറ്റോഗണി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്റ്റേജിൽ പറയാം. ഓക്കെ, അപ്പൊ എറിത്രോസൈറ്റിക് സ്റ്റേജ് മനസ്സിലായല്ലോ. എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെപ്പാറ്റിക് ന്യൂറോസൈറ്റുകൾ വരുന്നു. ഒരിക്കൽ കൂടി പറയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഹെപ്പാറ്റിക് ന്യൂറോസൈറ്റുകൾ വരുന്നു, അത് എന്ത് ചെയ്യുന്നു, RBCനെ ഇൻവേഡ് ചെയ്തിട്ട് RBCന്റെ അകത്തേക്ക് കടക്കുന്നു. RBCന്റെ അകത്തേക്ക് കടന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ന്യൂറോസൈറ്റുകൾ എന്ത് ചെയ്യും, കൺവേർട്ടിംഗ് ടു റിംഗ് ഫോം. ആ റിംഗ് ഫോമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലേറ്റ് ട്രോഫോസൈറ്റ് ആയിട്ട് മാറുന്നു. ലേറ്റ് ട്രോഫോസൈറ്റിൽ നിന്ന് ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ഷൈസോണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു സെല്ല് റപ്ചർ ചെയ്ത് RBC റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ന്യൂറോസൈറ്റുകൾ പുറത്തേക്ക് വരുന്നു, ബ്ലഡിലേക്ക് എത്തുന്നു. ആ ബ്ലഡിൽ നിന്ന് ന്യൂറോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത ന്യൂ RBCന്റെ മുകളിൽ പോയിട്ട് ഇൻവേഡ് ചെയ്തിട്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. കുറച്ച് ന്യൂറോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു, ഗാമറ്റോസൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് അതിന്റെ ഓരോരോ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് ന്യൂറോസൈറ്റ്സ് ആഫ്റ്റർ released from pre-erythrocytic schizon attack RBCs. Merozoites bind to the glycophorin receptors on the RBC surface. അതായത് RBC സർഫസിലേക്ക് എങ്ങനെയാണ് അത് അറ്റാച്ച് ചെയ്തതെന്നുള്ളതാണ്. ബൈ ദ ഹെൽപ്പ് ഓഫ് ഗ്ലൈക്കോഫോറിൻ റിസപ്റ്റേഴ്സ്. ഗ്ലൈക്കോഫോറിൻ റിസപ്റ്റേഴ്സ് വഴിയാണ് അത് RBCയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ എൻഡർ ബൈ എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് വഴിയാണ് അത് ഉള്ളിലേക്ക് ഇൻവേഡ് ചെയ്യുന്നത്. and are contained within a parasitophorous vacuole inside the RBC. RBCനുള്ളിൽ എന്താണ്, ഒരു പാരസൈറ്റോ വാക്യൂൾ, ഒരു വാക്യൂളിന്റെ ഉള്ളിലായിട്ടാണ് ന്യൂറോസോയിഡ്സ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ RBCയിലെ പുറത്തുനിന്ന് എന്താണ് ഉള്ളിലേക്ക് കടക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് the pear-shaped hepatic neurocytes round ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, and their internal organs are transformed to trophozoites. Trophozoite ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഏർലി ട്രോഫോസൈറ്റ് ഫോമിനെ പറയുന്ന പേരാണ് റിംഗ് ഫോം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അമീബോയിഡ് ഫോം ആയിട്ടുള്ള ലേറ്റ് ട്രോഫോസൈറ്റ് ആയിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ become compact and vacuole disappear. Pigments acted throughout the cytoplasm and nucleus become larger and lies at the periphery. This form is known as erythrocytic schizon. erythrocytic schizonന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അവിടെ എന്താണ്, കോമ്പാക്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. വാക്യൂൾസ് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവും. പിഗ്മെന്റ്സ് സ്കാറ്റർ ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം നന്നായിട്ട് എന്താണ്, ഒരു പിഗ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ബിക്കം ലാർജർ. ന്യൂക്ലിയസ് എന്താണ്, കുറച്ചും കൂടി ലാർജർ ആയിട്ടുണ്ടാവും. ആൻഡ് ലൈസ് അറ്റ് ദ പെരിഫറി. പെരിഫറിയിലായിരിക്കും ന്യൂക്ലിയസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഫോമാണത് എറിത്രോസൈറ്റിക് ഷൈസോണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, they are undergo multiple nuclear divisions. മൾട്ടിപ്പിൾ ന്യൂക്ലിയർ ഡിവിഷൻസ് ആണ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസസ് 6 to 30 ഡോട്ടർ മ്യൂറോസൈറ്റ്സ്. എന്താണ്, 6 to 30 ഡോട്ടർ മ്യൂറോസൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, റോസെറ്റ് ഫോംസ്. എന്താണ്, റോസെറ്റ് ഫോം എന്നാണ് പറയാം. അതായത് ആ ഒരു ഇങ്ങനെ ഒരു ഫ്ലവർ പോലുള്ള ഒരു അറേഞ്ച്മെന്റ് കണ്ടില്ലേ, അത്തരത്തില് എന്താണ്, റോസെറ്റ് ഫോർമേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, മ്യൂറോസൈറ്റ്സുകൾ അറേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, RBC റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡോട്ടർ മ്യൂറോസൈറ്റ്സുകൾ പുറത്തേക്ക് എത്തിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈച്ച് മ്യൂറോസൈറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻവേർഡ് ചെയ്ത ന്യൂ RBC ആൻഡ് റിപ്പീറ്റിംഗ് ദ സൈക്കിൾ. പുതിയൊരു RBCനെ ഇൻവേർഡ് ചെയ്തിട്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നേ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിംഗ് ഫോം ഉണ്ടല്ലോ, ആ റിംഗ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഏർലി ട്രോഫോസൈറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഏർലി ട്രോഫോസൈറ്റ്സ് ആണ് എന്ത്, റിംഗ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആനുലാർ ഓർ സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് കണ്ടെയ്നിങ് എ സെൻട്രൽ വാക്യൂൾ ആൻഡ് പെരിഫറൽ തിൻ റിം ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അതായത് എന്താണ്, ഒരു ആനുലാർ റിംഗ് ആണ്, ഒരു റിംഗ് പോലത്തെ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിലെന്താണ്, സെൻട്രൽ വാക്യൂൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഒരു പെരിഫറൽ തിൻ റിം ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇതാണ് സംഭവം, സ്ട്രക്ചർ. ഇതൊരു RBC ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എന്താണ്, ഒരു റിംഗ് പോലത്തെ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതിന് സെൻട്രൽ എന്താണ്, ഒരു വാക്യൂൾ ഉണ്ടാവും. ആ വാക്യൂൾ ഉണ്ടാവും. അതേപോലെ തന്നെ റിംഗിലാണ് എന്ത്, സൈറ്റോപ്ലാസം പ്രസന്റ് ആയിട്ടുള്ളതും. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ക്രോമാറ്റിൻ. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഒരു റിംഗ് ഫോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് തന്നെ സെൻട്രൽ വാക്യൂൾ ഉണ്ടാവും. ആ റിംഗിലാണ് സൈറ്റോപ്ലാസം പ്രസന്റ് ആയിരിക്കുക. അതിൽ തന്നെ എന്താണ്, ഒരു കോമ്പാക്ട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് റിംഗ് ഫോം പ്രസന്റ് ആയിരിക്കുക. The ring forms occupies 1/3 of RBC except falciparum. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫാൽസിപ്പാരം, പാസ്മോഡിയം ഫാൽസിപ്പാരം അല്ലാത്തവർക്കൊക്കെ എന്താണ്, 1/3 ആയിരിക്കും.
1/3 ഓഫ് RBC ആയിരിക്കും എന്ത് ഒരു റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന് മാത്രം എന്താണ് അത് 1/6 ആയിരിക്കും. ഓക്കെ, അതായത് ഇതിപ്പോ ഒരു RBC ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു RBC ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ 1/3 പൊസിഷൻ 1/3 എന്താണ് 1/3 ഓഫ് ദ RBC അത്രത്തോളം ലാർജർ ആയിട്ടായിരിക്കും എല്ലാ സ്പീഷീസുകൾക്കും റിംഗ് സ്ട്രക്ചർ ഉണ്ടാവുക. പക്ഷെ ഫാൽസിപാരത്തിന്റെ കേസിൽ എന്താണ് കുറച്ചുകൂടെ എന്താണ് ചെറുതായിരിക്കും, എന്താണ് 1/6 ഓഫ് ദ RBC ആയിട്ടായിരിക്കും റിംഗ് ഫോം ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഫാൽസിപാരം അല്ലാത്ത എക്സെപ്റ്റ് ഫോർ ഫാൽസിപാരം എന്താണ് 1/3 ഓഫ് ദ RBC ആൻഡ് ഫോർ ഫാൽസിപാരം ഇറ്റ് ഈസ് 1/6 ഓഫ് ദ RBC. ഓക്കെ, മനസ്സിലായല്ലോ. And the ring forms are the first asexual form that can be demonstrated in the peripheral blood. അതായത് നമ്മളൊരു പെരിഫറൽ ബ്ലഡ് എക്സാമിനേഷനിൽ മലേറിയ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യന്റിൽ അവിടെ നമുക്ക് റിംഗ് ഫോം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏർലി ആയിട്ട് ആ ഒരു ഡയഗ്നോസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഒരു ഏർലി ഫോം ഓഫ് ദ ഫസ്റ്റ് അസെക്ഷ്വൽ ഫോം എന്ന് പറയുന്നത് റിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ ഒരു റിംഗ് ഫോം നമുക്ക് അവിടെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ നേരത്തെ നമുക്ക് കാണാൻ പറ്റിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, അവരാണ് ആദ്യം കാണുന്ന അസെക്ഷ്വൽ ഫോം എന്ന് പറയുന്നത്. The time interval between the entry of parasites into man, അതായത് ഒരു മാനിലേക്ക് ഒരു എന്താണ് പാരസൈറ്റ് എൻട്രി ചെയ്യുന്ന മോസ്കിറ്റോ ബൈറ്റ് ചെയ്ത് അവിടുന്ന് ആ സ്പോറോസോയിഡ്സ് ഉള്ളിലേക്ക് കടക്കുന്ന സമയം മുതൽ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് പാരസൈറ്റ്സ് ഇൻ പെരിഫറൽ ബ്ലഡ്, നമുക്ക് ബ്ലഡിൽ പെരിഫറൽ ബ്ലഡ് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് പാരസൈറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഗ്യാപ്പിന് പറയുന്ന പേരാണ് പ്രീ പാറ്റന്റ് പീരീഡ് എന്ന്. അതായത് ഒരാൾക്ക് എന്താണ് ഒരു മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്തപ്പോൾ എന്താണ് ആ മോസ്കിറ്റോയിൽ നിന്നുള്ള സ്പോറോസോയിറ്റ് എന്താണ് അയാൾക്ക് കിട്ടിയ ശേഷം അപ്പോഴേക്കും നമുക്ക് പോയിട്ട് ബ്ലഡ് എക്സാമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദ പാരസൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ്, കാരണം എന്താണ് ആ സ്പോറോസോയിറ്റ് ലിവർ സെൽസിനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്ത് ലിവർ സെൽസിന് എന്തായിരുന്നു മറ്റു ട്രോഫോസോയിസും ഷൈസോണ്ടും മീറോസോയിസുകളൊക്കെ ഉണ്ടായി എന്താണ് RBCയിലെത്തി RBCനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്ത് റിംഗ് ഫോം അങ്ങനെയുള്ള സ്ട്രക്ചറുകൾ അങ്ങനെ ഓരോരോ സ്റ്റേജസ് നടക്കണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പോയിട്ട് ബ്ലഡ് എക്സാമിൻ ചെയ്യുമ്പോൾ പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഏതെങ്കിലും റിംഗ് ഫോം അല്ലെങ്കിൽ ഷൈസോണ്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റീവ് ഫോം നമുക്ക് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന അത്രയും ആ ഒരു ടൈം ഗ്യാപ്പിന് പറയുന്ന പേരാണ് പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് മനസ്സിലായല്ലോ. പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്രയും ഉള്ള ആ ഒരു ടൈം ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് എന്താണ് അത്രയും സമയം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓരോരോ സ്റ്റേജസ് ആണ്. ആ സ്റ്റേജസ് നടക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വൈവാക്സ് ആണെന്നുണ്ടെങ്കിൽ 8 ദിവസം എടുക്കും, ഫാൽസിപാരം ആണെന്നുണ്ടെങ്കിൽ എന്താണ് 5 ദിവസം എടുക്കും, മലേറിയ ആണെന്നുണ്ടെങ്കിൽ 13 ദിവസം എടുക്കും, പൊവേല ആണെന്നുണ്ടെങ്കിൽ 9 days എടുക്കും. ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേജ് ഫോർമേഷൻ, ആ ഓരോരോ എന്താണ് സ്ട്രക്ചർ ഫോർമേഷനുള്ള ടൈമാണ്. അപ്പോൾ അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ പാറ്റന്റ് പീരീഡ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ആർക്കാണ്? പ്ലാസ്മോഡിയം മലേറിയക്കാണ്. 13 days വേണം. ഏറ്റവും കുറവ് ആവശ്യമായിട്ടുള്ളത് ഫാൽസിപാരത്തിനാണ്. ദാറ്റ് ഫോർ 5 days ആണ്. അപ്പോൾ റിംഗ് ഫോംസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലായിരിക്കും റിംഗ് ഫോമുകൾ കാണാൻ പറ്റുക. ഇതൊരു മൈക്രോസ്കോപ്പിക് പിക്ചർ ആണ്. അപ്പോൾ RBCന്റെ ഉള്ളിൽ ഇങ്ങനെ റിംഗ് ഫോം ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ അതിന്റെ റിംഗ് ഫോം സ്ട്രക്ചർ ആണ്. ഇവിടെ കണ്ടോ മൾട്ടിപ്പിൾ റിംഗ്സുകൾ കാണാൻ പറ്റും. ഫാൽസിപാരത്തിന്റെ പ്രത്യേകതയാണ്. ചില കേസിൽ എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ റിംഗ്സ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ഇവിടെ കൊടുത്തിട്ട് കണ്ടോ. ഫാൽസിപാരത്തിൽ എന്താണ് ചില കേസിൽ നമുക്ക് സിംഗിൾ ആയിട്ട് കാണാൻ പറ്റും, ചില സമയത്ത് എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് കാണാൻ പറ്റും. 2 റിംഗ് ഫോം ഒക്കെ അറ്റ് എ ടൈം കാണാൻ പറ്റും. മൾട്ടിപ്പിൾ റിംഗ്സ് എന്നാണ് പറയാം. അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഹെഡ്ഫോൺ അപ്പിയറൻസ്, അല്ലെങ്കിൽ എന്താണ് 2 സെൽ എന്താണ് 2 ഇതായിട്ട് ഡബ്ലറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് 2 ന്യൂക്ലിയസ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് കാണാൻ പറ്റും. ഹെഡ്ഫോൺ സ്ട്രക്ചർ എന്നാണ് പറയാം. അല്ലെങ്കിൽ പിന്നെ എന്താണ് അക്കോളി ഫോംസ് അല്ലെങ്കിൽ അപ്ലിക് ഫോംസ്, അതായത് ഈ ഒരു പെരിഫറിയിലേക്ക് എന്താണ് RBCയുടെ പെരിഫറിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഒരു ബൈറ്റ് ചെയ്ത പോലെ ആ ഒരു ചെറിയ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഒരു പെരിഫറൽ സൈഡിൽ നിൽക്കുന്ന ആ ഒരു ഫോമിന് പറയുന്ന പേരാണ് അപ്ലിക് അല്ലെങ്കിൽ അക്കോളി ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ആയിട്ട് കാണാം, മൾട്ടിപ്പിൾ റിംഗ്സ് ആയിട്ട് കാണാം, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഹെഡ്ഫോൺ അപ്പിയറൻസ് ആയിട്ട് കാണാം, അക്കോളി അല്ലെങ്കിൽ അപ്ലിക് ഫോം ആയിട്ടും കാണപ്പെടാം ഫാൽസിപാരത്തിന്റെ കേസിൽ റിംഗ് ഫോംസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് മലേറിയൽ പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു, നമ്മൾ RBC നമുക്കറിയാം ഹീമോഗ്ലോബിൻ കണ്ടന്റ്, ആ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു. അവർക്ക് എന്താണ് ആവശ്യത്തിനനുസരിച്ച് അവർ ഫീഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഹീമോഗ്ലോബിൻ ഫീഡ് ചെയ്യുന്നത് എന്താണ്, അവിടെ അൺഡൈജസ്റ്റഡ് പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എന്താണ്, ഹിമാറ്റിന്, അതേപോലെ എക്സസ് പ്രോട്ടീനും അയൺ പോർഫെറിൻ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്താ അവിടെ ഒരു മലേറിയൽ പിഗ്മെന്റ് ഫോം ചെയ്യുന്നത്. ആ മലേറിയൽ പിഗ്മെന്റിന് പറയുന്ന പേരാണ് ഹിമോസോയിൻ പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വിച്ച് ഈസ് ദ പിഗ്മെന്റ് ഓഫ് മലേറിയ, മലേറിയൽ പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹിമോസോയിൻ പിഗ്മെന്റ്. ഹിമോസോയിൻ പിഗ്മെന്റ് ആണെന്ന് മലേറിയൽ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതായത് അൺഡൈജസ്റ്റഡ് പ്രൊഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ മെറ്റബോളിസം ആണ്. ഹീമോഗ്ലോബിനെ ഫീഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ ഒരു അൺഡൈജസ്റ്റഡ് പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെന്ത് ഹിമോസോയിൻ പിഗ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ മലേറിയൽ പിഗ്മെന്റിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. അതായത് നോർമലി എന്താണ്, ഒരു ബ്രൗൺ ബ്ലാക്ക് കളറായിട്ടാണ് കാണപ്പെടുക. ന്യൂമറസ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ബ്ലാക്ക് കളറായിട്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ടായിരിക്കും കാണപ്പെടുക. പക്ഷെ എന്താണ്, വൈവാക്സിന്റെ കേസിൽ, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കേസിൽ ദാറ്റ് ഈസ് എ യെല്ലോയിഷ് ബ്രൗൺ, കുറച്ചും കൂടി ലൈറ്റർ ഇൻ കളറായിരിക്കും, യെല്ലോയിഷ് ബ്രൗൺ ഇൻ കളറായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഫാൽസിപ്പാരത്തിന്റെ കേസിൽ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിലേക്ക് എന്താണ്, പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് അധികം ഉണ്ടാവും. അതേപോലെ എന്താണ്, ഒരു ബ്രൗൺ ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കേസിൽ ഒരു യെല്ലോയിഷ് ബ്രൗൺ ഇൻ കളർ ആയിരിക്കും ഉണ്ടാവുക. ഫാൽസിപ്പാരത്തിന്റെ കേസിൽ എന്താണ്, ഫ്യൂ ഇൻ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എക്സെപ്ഷൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഇൻഫെക്ഷൻസ് കിട്ടി, അതിനുശേഷം എന്താണ്, നമുക്ക് ആ ഒരു ഫസ്റ്റ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയമാണെന്ത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കിട്ടി പിന്നെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം. അപ്പൊ എന്താണ്, ആ ഒരു ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്, ഓരോരോ സ്പീഷീസിനനുസരിച്ചിട്ടും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, വൈവാക്സ് ആണെന്നുണ്ടെങ്കിൽ 14 days ആണ്, ഫാൽസിപ്പാരം ആണെന്നുണ്ടെങ്കിൽ 12 days ആണ്, മലേറിയ ആണെന്നുണ്ടെങ്കിൽ 28 days ആണ്, ഒവേലിയ ആണെങ്കിൽ 17 days ആണ്. ഓരോന്നിനും എന്താണ്, ഇതും തന്നെ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയും എന്താണ്, ഏറ്റവും കൂടുതൽ ഇൻക്യുബേഷൻ ടൈം വേണ്ടത് പ്ലാസ്മോഡിയം മലേറിയക്കാണ്. ഏറ്റവും കുറവ് വേണ്ടി വരിക പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിനാണ് ഏറ്റവും കുറവ് ഇൻക്യുബേഷൻ ടൈം വേണ്ടി വരുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫാൽസിപ്പാരം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഇൻഫെക്ഷൻസിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു, എറിത്രോസൈറ്റിക് സൈക്കിൾസിന്റെ ലേറ്റർ സ്റ്റേജസ് എന്ന് പറയുന്നത് ബ്രെയിൻ കാപ്പിലറീസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിലൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെയിൻ കാപ്പിലറീസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിലേക്ക് വെച്ചിട്ടാണ് ലേറ്റർ സ്റ്റേജസ് ഓഫ് എറിത്രോസൈറ്റിക് സൈക്കിൾ നടക്കുന്നത്. അതായത് റിംഗ് ഫോം നടന്നതിന് ശേഷം ബാക്കിയുള്ള സ്റ്റേജസ് ഒക്കെ നടക്കുന്നത് ഇന്റേണൽ ഓർഗൻസിൽ അല്ലെങ്കിൽ ബ്രെയിൻ കാപ്പിലറീസിലൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെരിഫറൽ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ റിംഗ് ഫോം മാത്രമേ നമുക്ക് ഫാൽസിപ്പാരത്തിന്റെ കേസിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താണ് ഫാൽസിപ്പാരത്തിന് റിംഗ് ഫോം മാത്രം ബ്ലഡിൽ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് ആൻസർ. ലേറ്റർ സ്റ്റേജസ് ഓഫ് എറിത്രോസൈറ്റിക് സൈക്കിൾ എന്താണ്, കാപ്പിലറീസ് ഓഫ് ബ്രെയിനിലോ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിലൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ബ്ലഡിൽ മറ്റുള്ള സ്റ്റേജസുകൾ, റിംഗ് ഫോം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജസുകൾ കാണാൻ പറ്റാത്തത്. അതായത് ലേറ്റ് ട്രോഫോസൈറ്റുകളോ ഷൈസോണ്ടോ ഒന്നും തന്നെ നമുക്ക് പെരിഫറൽ ബ്ലഡ് വഴി ഫാൽസിപ്പാരം മലേറിയയുടെ കേസിൽ കാണാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള സ്പീഷീസുകളുടെ കേസിൽ എല്ലാ എറിത്രോസൈറ്റിക് സ്റ്റേജസും നടക്കുന്നത് ബ്ലഡിൽ നോർമൽ സൈറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്റ്റേജസും റിംഗ് ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഷൈസോണ്ട് ആണെങ്കിലും ഗെമറ്റോസൈറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെരിഫറൽ ബ്ലഡ് എക്സാമിനേഷൻ വഴി കാണാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അസെക്ഷൽ സൈക്കിൾ ആണ് ഗാമറ്റോഗണി എന്ന് പറയുന്നത്. ഗാമറ്റോഗണി എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേജ് ആണ്. അതായത് നമ്മൾ RBCയിൽ നിന്നും RBC റപ്ചർ ചെയ്ത് ഡോട്ടർ മീറോസൈറ്റുകൾ പുറത്തേക്ക് വന്നു. കുറച്ച് മീറോസൈറ്റുകൾ ന്യൂ RBCനെ പോയിട്ട് ഇൻവേഡ് ചെയ്തിട്ട് സൈക്കിളോട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കുറച്ച് RBCകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് മീറോസൈറ്റുകൾ വന്നിട്ട് അതിനെ ഗാമറ്റോസൈറ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗാമറ്റോസൈറ്റുകളാണല്ലോ നമുക്ക് പിന്നീട് അടുത്ത സെക്ഷൽ സൈക്കിളിന് ആവശ്യമുള്ളത്. സെക്ഷൽ സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫീമെയിൽ ഗാമറ്റോ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോ ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് ഒരു ഫീമെയിൽ ഗാമറ്റോസൈറ്റ്, മെയിൽ ഗാമറ്റോസൈറ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഗാമറ്റോസൈറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് ഗാമറ്റോഗോണി എന്ന് പറയുന്നത്. അത് നടക്കുന്ന എവിടുന്നാണ്, RBCയിൽ നിന്നും റപ്ചർ ആയിട്ട് വരുന്ന മീറോസൈറ്റ്സുകളിൽ നിന്നാണ് ഗാമറ്റോസൈറ്റ്സുകൾ ഫോം ചെയ്യുന്നത്. നമുക്ക് ഒരു ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും മെയിൽ ഗാമറ്റോസൈറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. മലേറിയ എന്ന് പറയുന്നതാണ് ലൈഫ് സൈക്കിളിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ കണ്ടോ,
നോർമലി ഒരു ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു ഫീമെയിൽ ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലും മെയിൽ ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഫാൽസിപ്പാരത്തിന്റെ ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും, ഒരു ക്രസന്റ് അല്ലെങ്കിൽ ബനാന ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും കാണുക. ഫീമെയിൽ ആണെങ്കിൽ ഇത്തരത്തിലും മെയിൽ ആണെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഫാൽസിപ്പാരത്തിന്റെ കേസിൽ കാണപ്പെടുക. പക്ഷെ മറ്റുള്ള വൈവാക്സ് ആണെങ്കിലും ഒവേറി ആണെങ്കിലും മലേറിയ ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഗാമറ്റോസൈറ്റ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഗാമറ്റോസൈറ്റ് സ്ട്രക്ചറുകൾ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് നമുക്ക് ഉണ്ടായി വരുന്നു. അതിന് പറയുന്ന പേരാണ് ഗാമറ്റോഗോണി എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, മീറോസോഴ്സുകൾ എന്ത് ചെയ്യുന്നു RBC അതിന് ഡയറക്റ്റ് വരുന്നതിന് പകരം എന്ത് ചെയ്യുന്നു സെക്ഷൽ സൈക്കിളിലേക്ക് ഗാമറ്റോസൈറ്റ്സുകളായിട്ട് കുറച്ച് മീറോസോഴ്സുകൾ മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഓൾ സ്പീഷീസിന്റെ എന്താണ് റൗണ്ടിൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഗാമറ്റോസൈറ്റ് ഓഫ് ഓൾ സ്പീഷീസ് എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ് റൗണ്ട് ഷേപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്താണ് ഫാൽസിപ്പാരത്തിന്റെ കേസിൽ എന്താണ് ദേ ആർ ക്രസന്റ് ഓർ ബനാന ഷേപ്പ്, ഇതുപോലെ എന്താണ് ക്രസന്റ് അല്ലെങ്കിൽ ബനാന ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. ഓക്കെ, എക്സെപ്ഷൻ ആണ്. അതിൽ നമുക്ക് എന്താണ് ഈ മെയിൽ ഗാമറ്റോസൈറ്റിനെ നമുക്ക് എന്താണ് മൈക്രോ ഗാമറ്റോസൈറ്റ് എന്ന് പറയാം, ഫീമെയിൽ ഗാമറ്റോസൈറ്റിനെ മാക്രോ ഗാമറ്റോസൈറ്റ് എന്ന് പറയാം. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ സൈസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ മെയിൽ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗാമറ്റോസൈറ്റ്, ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ഗാമറ്റോസൈറ്റ്സ്. മൈക്രോ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇൻ ഓൾ സ്പീഷീസ് ആർ സ്മോൾ ഇൻ സൈസ്, എല്ലാ സ്പീഷീസും എന്താണ് സ്മോളർ ഇൻ സൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ലെസ്സർ ഇൻ നമ്പർ ആണ്. ആൻഡ് ദർ സൈറ്റോപ്ലാസം സ്റ്റെയിൻസ് പെയിൽ ബ്ലൂ ആൻഡ് ന്യൂക്ലിയസ് ഇസ് ലാർജർ, സ്റ്റെയിൻസ് റെഡ് ആൻഡ് ഡിഫ്യൂസ്. ഇതിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൈക്രോ ഗാമസ് എന്ന് പറയുന്നത് കണ്ടോ, സ്മോളർ ഇൻ സൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിനുള്ളിൽ ഇത് ഒരു RBC ആണ്, ആ ഒരു വൈറ്റ് കളർ കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ കാണിക്കുന്നതാണ് എന്ത് ഇൻഫെക്റ്റീവ് ഫോം, പാരസൈറ്റിക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടി സ്മോളർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ദിസ്, എന്താണ് സ്മോളർ ആയിരിക്കും. എന്താണ് പെയിൽ ബ്ലൂ ആയിരിക്കും അതിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ പെയിൽ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടോ ഇതിവിടെ കുറച്ചും കൂടി കോമ്പാക്ട് ആണ് മാക്രോന്റെ കേസിൽ. ഇവിടെ കുറച്ചും കൂടി ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള റെഡ് ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് മൈക്രോ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ എന്താണ് ഫാൽസിപ്പാരത്തിന്റെ കേസിലാണെങ്കിൽ അതുപോലൊക്കെ തന്നെയാണ് സ്ട്രക്ചർ വരുന്നത്, അപ്പിയറൻസ് വരുന്നത്. പക്ഷെ എന്താ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രസന്റ് ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മാക്രോ ഗാമറ്റോസൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ദേ ആർ ലാർജർ, ന്യൂമറസ് ആൻഡ് ദെയർ സൈറ്റോപ്ലാസം സ്റ്റേസ് ഡീപ് ബ്ലൂ, ന്യൂക്ലിയസ് ഇസ് സ്മോൾ, റെഡ് ആൻഡ് കോമ്പാക്ട്. അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ഗാമറ്റോസൈറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിന്റെ എന്താണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പ് ബ്ലൂ ആയിരിക്കും, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കുറച്ച് കോമ്പാക്ട് ആയിട്ടുള്ള റെഡ് ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറച്ചും കൂടി ലാർജർ ആയിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക, സൈറ്റോപ്ലാസം ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഗാമറ്റോസൈറ്റ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വന്ന് ഇപ്പോൾ ഹ്യൂമൻ സൈക്കിൾ കഴിഞ്ഞു, അസെക്ഷൽ സൈക്കിളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് മോസ്കിറ്റോ സൈക്കിളിലാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ മോസ്കിറ്റോ, എന്താണ് ഒരു മോസ്കിറ്റോയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. അതായത് നമുക്ക് എന്താണ് മോസ്കിറ്റോ ആണെന്ത് ഇവിടുത്തെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, അവിടെയാണ് എന്ത് സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാ സൈക്കിളും നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പൊ ഹ്യൂമൻ ബീയിങ്ങിൽ എന്താണ് ഒരു സ്പോറോസോയിഡ്സ് കിട്ടി, സ്പോറോസോയിഡ്സ് എന്ത് ചെയ്യുന്നു പല ഡിഫറെന്റ് സ്റ്റേജസ് കടന്ന് വന്ന് എന്ത് ചെയ്യുന്നു അതൊരു ഗാമറ്റോസൈറ്റ് ആയിട്ട് മാറി നിൽക്കുക ചെയ്യുക. ആ ഗാമറ്റോസൈറ്റ് പിന്നെ എന്ത് ചെയ്യുന്നു പിന്നെ ആ സ്പോറോസോയിറ്റ് ആയിട്ട് മാറണ്ടേ, എന്നാൽ മാത്രമല്ലേ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അത് നടക്കുന്നത് എവിടെയാണ്, മോസ്കിറ്റോയിലാണ്. ഓക്കെ, അപ്പൊ മോസ്കിറ്റോ എന്ത് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലെ ഗാമറ്റോസൈറ്റ്സുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ ഗാമറ്റോസൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നു നമ്മള് ഈ മോസ്കിറ്റോ വന്നിട്ട് നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ വന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആ ഒരു ഗാമറ്റോസൈറ്റ്സിനെ സെക്ഷൽ ഗാമറ്റോസൈറ്റിനെ എന്ത് ചെയ്യുന്നു അവർ ഇൻവേർഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു അങ്ങനെയാണ് പിന്നെ മോസ്കിറ്റോയിലേക്ക് ആ ഗാമറ്റോസൈറ്റ്സുകൾ മാറിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റേജുകളായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദ പാരസൈറ്റ് എന്ന് പറയുന്നത്, അല്ല ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദ പാരസൈറ്റ് ടു മോസ്കിറ്റോ എന്ന് പറയുന്നത് ആരാണ്, ഗാമറ്റോസൈറ്റ് ആണ്. മനസ്സിലായില്ലേ, നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? അതായത് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് പാരസൈറ്റ് ടു മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോറോസോയിറ്റ് എഴുതണം. ഇൻഫെക്റ്റീവ് ഫോം ഓഫ് പാരസൈറ്റ് ടു മോസ്കിറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗാമറ്റോസൈറ്റ് ആണ്, ഒരിക്കലും മാറരുത്. ഓക്കെ, അപ്പോൾ ഗാമറ്റോസൈറ്റ് എന്നുള്ളതാണ് എന്ത് ഇൻഫെക്റ്റീവ് ഫോം ടു മോസ്കിറ്റോ. മോസ്കിറ്റോന്റെ ഉള്ളിലേക്ക് എത്തുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഗാമറ്റോസൈറ്റുകൾ എന്തായിട്ട് മാറുന്നു, മൈക്രോ ഗാമേറ്റ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. മൈക്രോ ഗാമേറ്റ്സ് ആയിട്ട് മാറുന്നത് എന്താണ്, ഈ ഗാമറ്റോസൈറ്റുകൾ ഉണ്ടല്ലോ അവരെന്ത് ചെയ്യുന്നു ഇപ്പോൾ രണ്ട് മൈക്രോ ഗാമറ്റോസൈറ്റ്സ് ഉണ്ട്, മാക്രോ ഗാമറ്റോസൈറ്റ്സ് ഉണ്ട്, അതായത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോ ഗാമറ്റോസൈറ്റ്സിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു അവർ ഡിവൈഡ് ചെയ്തിട്ട് 8 ഫ്ലജലേറ്റഡ് ആക്റ്റീവ്ലി മോട്ടൈൽ ബോഡീസ് ആയിട്ട് മാറുന്നു. അതായത് എന്ത് ചെയ്യുന്നു അവിടെ ഡിവിഷൻ ആണ് നടക്കുന്നത്. 8
ഫ്ലജല്ലേറ്റഡ് ആക്റ്റീവ് മോട്ടൽ ഗാമെറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുക. അതിന് പറയുന്ന പേരാണ് മൈക്രോ ഗാമെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൽ ഗാമറ്റോസൈസിന് കേസിൽ മാത്രമാണ് അങ്ങനെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൽ ഗാമറ്റോസൈസ് എന്ത് ചെയ്യുന്നു, എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് ഫ്ലജല്ലേറ്റഡ് ഫോംസ് 8 ഫ്ലജല്ലേറ്റഡ് ഫോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നേരെ തിരിച്ചെന്ത് ചെയ്യുന്നു, ഫീമെയിൽ ഗാമറ്റോസൈസിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു, അവർ ഡിവിഷൻ നടക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു, അവിടെ എക്സ്ഫ്ലജല്ലേഷൻ നടക്കുന്നില്ല, എന്താണ് അവിടെ ഫ്ലജല്ല ഒന്നും ഉണ്ടായി വരുന്നില്ല. പക്ഷെ എന്തായിരുന്നു, ഒരു മെച്ചുറേഷൻ നടന്നിട്ട് ഒരു മാക്രോ ഗാമേറ്റ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ ഒരു മോസ്കിറ്റോയുടെ ഉള്ളിൽ എന്താണ് ഒരു മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും 8 മാക്രോ ഗാമേറ്റ്സ് ഉണ്ടാവുമ്പോൾ ഒരു മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും ഒരു മാക്രോ ഗാമറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ എത്ര മൈക്രോ ഗാമറ്റ് ഒരു മലേറിയ ഒരു മോസ്കിറ്റോയിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 8. അതായത് 8 എന്താണ് 8 മൈക്രോ ഗാമറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ ഡിവിഷൻ ആണ് നടക്കുന്നത്. പക്ഷെ എന്താണ്, ഒരൊറ്റ മാക്രോ ഗാമറ്റ് മാത്രമേ ഒരു മോസ്കിറ്റോയിൽ നടക്കുന്നുള്ളൂ. കാരണം അവിടെ എന്താണ്, അവിടെ എക്സ്ഫ്ലജല്ലേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ ഒന്നും നടക്കുന്നില്ല. അവിടെ എന്താണ്, വെറും ഒരു മെച്ചുറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു മാക്രോ ഗാമറ്റ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോ ഗാമറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലജല്ലേറ്റഡ് ആണ്. അവിടെ എന്താണ്, എക്സ്ഫ്ലജല്ലേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഫ്ലജല്ലേറ്റഡ് ആണ്, ദേ ആർ മോട്ടൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മൈക്രോ ഗാമറ്റ് നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മാക്രോ ഗാമറ്റിന്റെ മുകളിലേക്ക് വരിക ചെയ്യാം. ഒരൊറ്റ മാക്രോ ഗാമറ്റ് അല്ലേ നമുക്കുള്ളൂ. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മെയിൽ ഗാമറ്റ് ആയിട്ടുള്ള മൈക്രോ ഗാമറ്റ് എന്ത് ചെയ്യുന്നു, നമ്മള് ഫീമെയിൽ ഗാമറ്റ് ആയിട്ടുള്ള മാക്രോ ഗാമറ്റിന് മുകളിലേക്ക് വരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ഫ്യൂഷൻ നടക്കുന്നു, അതിന് ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്തുണ്ടാവുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, സൈഗോട്ട് ഉണ്ടായല്ലോ. സൈഗോട്ട് ഉണ്ടായതിനു ശേഷം പിന്നീട് നടക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഊക്കൈനെറ്റ ആണ്. അതായത് ഏകദേശം ഒരു 24 hour ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഈ സൈഗോട്ട് എന്ന് പറയുന്നത് പിന്നീട് എന്താണ്, ഒരു നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതെന്ത് ചെയ്യുന്നു, ഒരു വെർമിക്കുലർ മോട്ടൈൽ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആയിട്ട് മാറുകയും ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ഊക്കൈനെറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈഗോട്ട് ആയിട്ട് മാറിയ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, ഊക്കൈനെറ്റ ആയിട്ട് മാറുന്നു. ഊക്കൈനെറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, ആ ഒരു മോട്ടൈൽ ആയിട്ടുള്ള ഊക്കൈനെറ്റ് എന്ത് ചെയ്യുന്നു, നേരെ നമ്മളെ ഇൻഡസ്റ്റൈനൽ വാൾ അല്ലെങ്കിൽ സ്റ്റൊമക്ക് വാളിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് അടക്കുക ചെയ്യുക. നമ്മുടെ മോസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനൽ വാള് സ്റ്റൊമക്ക് വാളൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് അടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ ബേസ്മെന്റ് മെമ്പറൈനിൽ പോയിട്ട് ഇങ്ങനെ വെള്ളം ഇരിക്കുക ചെയ്യുക. അങ്ങനെ അവിടെ ഇങ്ങനെ എന്താണ് പതിഞ്ഞിരിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ഊസിസ്റ്റ് ആയിട്ട് മാറും. അത്തരത്തിലുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഊസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഊസിസ്റ്റിനെയാണ് നമ്മളുടെ സർ റൊണാൾഡ് റോസ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് പറഞ്ഞത് ഓർമ്മയില്ലേ, സെക്ഷൽ സൈക്കിൾ സ്റ്റേജ് കണ്ടുപിടിച്ച സർ റൊണാൾഡ് റോസ് ആണെന്നുള്ള അദ്ദേഹത്തിന് എന്താണ് നോബൽ പ്രൈസ് വരെ കിട്ടി. അതെന്താണ്, ഈ ഊസിസ്റ്റ് എന്ന് പറയുന്ന ഫോമിനെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഊസിസ്റ്റ് ആയിട്ട് മാറി. ഈ ഊസിസ്റ്റ് പിന്നീട് എന്ത് ചെയ്യുന്നു, മിയോസിസ് വഴി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പോറോഗോണി വഴി എന്ത് ചെയ്യുന്നു, തൗസൻഡ്സ് ഓഫ് സ്പിൻഡിൽ ഷേപ്ഡ് സ്പോറോസോയിസുകളായിട്ട് മാറുന്നു. അതായത് ആയിരക്കണക്കിന് സ്പിൻഡിൽ ഷേപ്ഡ് സ്പോറോസോയിസുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് സലൈവറി ഗ്ലാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ആ മോസ്കിറ്റോ മറ്റൊരാളെ പോയിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്പോറോസോയിസ് നേരെ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, സ്പോറോസോയിസ് കൊടുക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു. അങ്ങനെ പിന്നെ ആ സൈക്കിൾ അവിടെ എന്താ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഈ PPT ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, മോസ്കിറ്റോന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ഗാമറ്റോസൈറ്റ് കിട്ടി. ഗാമറ്റോസൈറ്റ് എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ, ഹ്യൂമൻ ബീയിങ്ങിലാണ് നടന്നത്. അപ്പൊ ഗാമറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ മോസ്കിറ്റോ പോയിട്ട് ബൈറ്റ് ചെയ്യുന്നു. ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, മെയിൽ ഗാമറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നു, 8 മൈക്രോ ഗാമറ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ 8 മെയിൽ ഗാമറ്റ് ആയിട്ട് മാറുന്നു. ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാക്രോ ഗാമറ്റ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ മാക്രോ ഗാമറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ 2 ഗാമറ്റ്സുകൾ കൂടി ചേർന്നിട്ട് ഒരു സൈഗോട്ട് ആയിട്ട് മാറുന്നു. ആ സൈഗോട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, ഊക്കൈനെറ്റ ആയിട്ട് മാറുന്നു. ഊക്കൈനെറ്റ പിന്നീട് എന്ത് ചെയ്യുന്നു, ഊസിസ്റ്റ് ആയിട്ട് മാറുന്നു. ഊസിസ്റ്റ് പിന്നീട് എന്ത് ചെയ്യുന്നു, മെയോസിസ് നടന്നിട്ട് എന്ത് ചെയ്യുന്നു, ആയിരക്കണക്കിന് സ്പോറോസോയിസുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഈ സ്പോറോസോയിസ് ആണ് പിന്നീട് നമ്മുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, ലൈഫ് സൈക്കിളിലെ കുറച്ച് ആനിമേഷൻ പിക്ചേഴ്സുകൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ ആണല്ലോ നമ്മളുടെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ എന്താണ്, നമുക്ക് വെക്ടറായിട്ട് കിട്ടുന്നു. വെക്ടറായിട്ട് കിട്ടിയത് എന്താണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫെക്റ്റീവ് ഫോം ടു മാൻ എന്ന് പറയുന്നത് സ്പോറോസോയിഡ്സ് ആണ്. ഈ സ്പോറോസോയിഡ്സ് ഫോം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് ബ്ലഡ് മീൽ വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്പോറോസോയിഡ് ഫോം ആണ് പിന്നീട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റേജസ് ആയിട്ട് മാറിയിട്ട് അത് നമുക്ക് ഇൻഫെക്ഷൻസ് ഡിഫറെന്റ് സ്റ്റേജ് ഫോംസുകളായിട്ട് മാറിയിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിന്റെ ആ സൈക്കിളിന്റെ ഒരു ആനിമേഷൻ നമുക്ക് നോക്കാം.
അപ്പോൾ ഇതാണ് അതിന്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബോത്ത് അസെക്ഷൽ സൈക്കിൾ ആൻഡ് സെക്ഷൽ സൈക്കിൾ ഹിയർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളുടെ അനോഫിലിസ് മോസ്കിറ്റോ വന്ന് നമ്മുടെ സ്കിന്നിൽ ഇരുന്ന് നമ്മൾ എന്താണ് നമ്മുടെ ബ്ലഡ് മീൽ എടുക്കുകയാണ്. ബ്ലഡ് മീൽ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു അനോഫിലിസ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡില് നമ്മളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പോറോസോയിറ്റ് ഉണ്ട്. ഈ സ്പോറോസോയിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു പ്രൊബോസ്ക്യൂസ് വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡ് വെസൽസിലേക്ക് എത്തി അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്ലഡ് വെസൽസിലേക്ക് എത്തിയതിനു ശേഷം സ്പോറോസോയിഡ്സ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പിൻഡിൽ ഷേപ്പ്ഡ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ നോർമലി ഒരു ഒരു മോട്ടൈൽ ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ ഷേപ്പ്ഡ് ഫോമിലായിരിക്കും, മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് നേരെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിവർ സെൽസിനെയാണ് ആദ്യമായിട്ട് എഫക്ട് ചെയ്യുന്നത് പറയുന്നത്. ദാറ്റ് ഈസ് പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലിവർ സെൽസിനുള്ള നമ്മൾ ലിവറിലേക്ക് വന്ന് ലിവർ സെൽസിന് ഇത് ഇൻവേഡ് ചെയ്യുന്നു. ഈ സ്പോറോസോയിഡ്സ് നേരെ നമ്മുടെ ലിവർ സെല്ലിലേക്ക് എത്തുന്നു. ലിവർ സെല്ലിലേക്ക് എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്പോറോസോയിഡ്സ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു, അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു അതിന്റെ സ്പിൻഡിൽ ഷേപ്പ് ഒക്കെ മാറിയിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ട് മാറുകയും ചെയ്യാം. അത്തരത്തിൽ മാറിയ ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ട്രോഫോസോയിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ട്രോഫോസോയിഡ്സുകൾ പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മീറോസോയിഡ്സുകളായിട്ട് മാറുന്നു. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് മീറോസോയിഡ്സുകൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു റോസെറ്റ് ഫോർമേഷൻ, ഒരു ഫ്ലവർ പോലെ കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോസെറ്റ് ഫോർമേഷൻ ആയിട്ട് മീറോസോയിഡ്സുകൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സെല്ലിന്റെ ഉള്ളില് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഓഫ് മീറോസോയിഡ്സുകൾ പ്രസന്റ് ആയിരിക്കുക ചെയ്യാം. ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണെന്ത്, ഷൈസോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷൈസോണ്ട് ഫോംസ് എന്താണ്, കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഓഫ് മീറോസോയിഡ്സുകൾ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെല്ല് റപ്ചർ ചെയ്തിട്ട്, ആ ഒരു ലിവർ സെല്ല് റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ മീറോസോയിഡ്സിനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുക. അപ്പൊ ആ മീറോസോയിഡ്സുകൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ മീറോസോയിഡ്സുകൾ പിന്നീട് പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ RBCനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, മീറോസോയിഡ്സുകൾ വന്നു RBCനെ പോയിട്ട് ഇൻവേഡ് ചെയ്ത് കണ്ടോ. ഈ RBCനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇൻവേഡ് ചെയ്ത് RBCന്റെ ഉള്ളിലേക്ക് കടന്നു. RBCന്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ മീറോസോയിഡ്സുകൾ ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ട്രോഫോസോയിഡ്സുകളായി മാറുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഏർലി സ്റ്റേജ് ഓഫ് ട്രോഫോസോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, റിംഗ് ഫോം ആണ്. ഇതാണ് അതിന്റെ റിംഗ് ഫോം എന്ന് പറയുന്നത്. കണ്ടോ, ഒരു റിംഗ് ആയിട്ട് കാണുന്നുണ്ടോ, അതാണ് റിംഗ് ഫോം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ റിംഗ് ഫോം ഏർലി ട്രോഫോസോയിഡ്സിൽ നിന്നും ലേറ്റ് ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറുന്നു. ലേറ്റ് ട്രോഫോസോയിഡ്സ് പിന്നീട് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് മീറോസോയിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഷൈസോണ്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷൈസോണ്ട് ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് അത്തരത്തിലുള്ള ഒരു റോസെറ്റ് ഫോർമേഷൻ ഫോം ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു ഇമ്മച്ചുർ ഷൈസോണ്ട് ആയിരുന്നു. ആ ഇമ്മച്ചുർ ഷൈസോണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മെച്ചുർ ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. ആ മെച്ചുർ ഷൈസോണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, അത് വീണ്ടും അവിടെ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു RBC റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മീറോസോയിഡ്സിനെ പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മീറോസോയിഡ്സുകൾ പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ മീറോസോയിഡ്സുകൾ വീണ്ടും ന്യൂ RBCനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്തിട്ട് ആ ഒരു സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ആ ഒരു മീറോസോയിഡ്സുകൾ വന്നു, നേരെ നമ്മുടെ ഈ RBCന്റെ മുകളിലേക്ക് വന്നു, എന്ത് ചെയ്യുന്നു, അവിടെ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണത് എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറോസോയിഡ്സുകൾ എല്ലാ മീറോസോയിഡ്സുകളും പോയിട്ട് എന്ത് ചെയ്യുന്നു, RBCനെ ഇൻവേഡ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. കുറച്ച് മീറോസോയിഡ്സുകൾ എന്ത് ചെയ്യുന്നു, ഗാമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ഗാമറ്റോസൈറ്റ്സ്. ഇത്തരത്തിൽ ഗാമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു. എല്ലാ ഗാമറ്റോസൈറ്റുകളും ഇത്തരത്തിലല്ല ഉണ്ടാവുക. ഇതെന്താണ്, ഒരു ബനാന ഷേപ്പ്ഡ് ആയിട്ടുള്ള ഗാമറ്റോസൈറ്റുകൾ കാണാം, അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഗാമറ്റോസൈറ്റുകൾ കാണാം. ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഗാമറ്റോസൈറ്റുകളായിട്ട് മാറി. അപ്പോൾ ഈ ഗാമറ്റോസൈറ്റ് ആണ് ഇപ്പോൾ നമ്മളുടെ ബ്ലഡ് വെസൽസിൽ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, അടുത്ത ആ മോസ്കിറ്റോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ബ്ലഡിലുള്ള ആ ഗാമറ്റോസൈറ്റുകൾ ഇവരെടുക്കുകയാണ് ചെയ്യുന്നത്. ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഗാമറ്റോസൈറ്റിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗാമറ്റോസൈറ്റിനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഗാമറ്റോസൈറ്റ് പിന്നീട് എന്തായിട്ട് മാറുന്നു, ഗാമറ്റ് ആയിട്ട് മാറുന്നു. അതാണ് അതിന്റെ സെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടുത്തെ മെയിൽ ഗാമറ്റോസൈറ്റിൽ നിന്ന് മെയിൽ ഗാമറ്റ് ആയിട്ട് മാറുന്നു. ഫീമെയിൽ ഗാമറ്റോസൈറ്റ് അല്ലെങ്കിൽ മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്ന് ഫീമെയിൽ ഗാമറ്റ് ആയിട്ട് മാറുന്നു. മൈക്രോ ഗാമറ്റിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 8 നമ്പേഴ്സ് ഓഫ് മെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ മൈക്രോ ഗാമറ്റ് ഉണ്ടാവുന്നത്. ദേ ആർ ഫ്ലജല്ലേറ്റഡ്. കണ്ടോ, ഒരുപാട് ഫ്ലജല്ല പോലെയുള്ള സ്ട്രക്ചർ ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. 18 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മാക്രോ ഗാമറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ലാർജ് ആയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മെച്ചേർഡ് ആയിട്ടുള്ള ഗാമറ്റോസൈറ്റ് ആണ് ഫീമെയിൽ ഗാമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സിംഗിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യുന്നു, നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫീമെയിൽ ഗാമറ്റിലേക്ക് ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സൈഗോട്ട്.
ഓക്കെ, അപ്പൊ ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്തു. ഈ സൈഗോട്ടിൽ നിന്ന് അടുത്തൊരു സ്ട്രക്ചർ ആയിട്ടുള്ള അടുത്തൊരു ഇന്റർമീഡിയറ്റ് ഫോം ആയിട്ടുള്ള ഊക്കൈനറ്റ് ഫോം ചെയ്തു. ഇതിന്റെ സ്ട്രക്ചർ കണ്ടോ? അതായത് ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഊക്കൈനറ്റ് സ്റ്റേജിലേക്കാണ് മാറുന്നത്. ഈ ഊക്കൈനറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൈൽ അല്ല. അതിന്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ചും കൂടി മോട്ടൈലാണ്. അപ്പൊ ഈ ഊക്കൈനറ്റ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ മോസ്കിറ്റോയുടെ ഇൻഡസ്ട്രിയൽ വാളുകൾ കടന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ബേസ്മെന്റ് മെംബ്രെയിനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ലേ ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, അത് ഊസിസ്റ്റ് ആയിട്ട് മാറും. ഇതാണ് ഊസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഒരു സ്ഫിയർ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്. that containing a many number of sporozoites. അതാണ് അത് oocyst എന്ന് പറയുന്നത്. ഈ oocystiനെയാണ് നമ്മളുടെ സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സെക്ഷൻ സ്റ്റേജിൽ പെട്ടിട്ടുള്ള oocyst എന്ന് പറയുന്നത്. ഈ oocystiൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്പോറോസോയിഡ്സുകൾ റിലീസ് ചെയ്യുന്നത്. കണ്ടോ, ഒരുപാട് തൗസൻഡ്സ് ഓഫ് സ്പോറോസോയിഡ്സുകൾ എന്ത് ചെയ്യണം, oocystiൽ നിന്ന് റിലീസ് ചെയ്യാൻ ചെയ്യുക. ഈ സ്പോറോസോയിഡ്സുകളാണെന്ത് പിന്നീട് നമ്മളുടെ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് ഇൻഫെക്റ്റീവ് ഫോം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലൈഫ് സൈക്കിൾ മനസ്സിലായില്ലേ? പിന്നീട് എന്ത് ചെയ്യുന്നു, അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ലൈഫ് സൈക്കിൾ ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത ഒരു വേർഡാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ്. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ള നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ മോസ്കിറ്റോ ഇസ് കാൾഡ് ആസ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ്. അതായത് ആ ഒരു മോസ്കിറ്റോന്റെ ഉള്ളിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ, അതായത് എന്താണ്, ഗാമറ്റോസൈറ്റ് കിട്ടിയത് മുതൽ ആ ഒരു സ്പോറോസോയിഡ്സ് ആവാൻ വരെയുള്ള ആ ഒരു സമയത്തിന് പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതും തന്നെ എന്താണ്, ഏകദേശം എല്ലാ സ്പീഷീസിനും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് വരുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ 80 to 10 days, ഫാൽസിപ്പാരം ആണെങ്കിൽ 9 to 10 days, മലേറിയ ആണെങ്കിൽ 25 to 28 days, വേലയാണെന്നുണ്ടെങ്കിൽ 14 to 16 days. ഇത് 4 സ്പീഷീസിന്റെയും ഒരു ഡിഫറൻസുകളാണ്. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു ടേബിൾ ആക്കി കൊടുത്തതേ ഉള്ളൂ. അതായത് ഓരോന്നിനും അതിന്റെ ഡേയ്സും കാര്യങ്ങളും അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ടേബിൾ ആക്കി കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഈ ടേബിൾ നോക്കി വെക്കുക. അതായത് റിലാപ്സ് കാണിക്കുന്നത് വൈവാക്സിലും അതേപോലെ തന്നെ ഒവേലയിലാണ്. നോട്ട് സീൻ ഇൻ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. റിക്രൂഡൻസ് ആർ സീൻ ഇൻ ഫാൽസിപ്പാരം ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ടൈം എത്രയാണ്, പ്രീ പാറ്റേൺ പീരീഡ് ടൈം എത്രയാണ്, ഓരോന്നിനും കൊടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഒരു ടേബിൾ ആക്കി കൊടുത്തതേ ഉള്ളൂ. ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തത് അതിന്റെ പാത്തോജൻസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ പറയാനുണ്ട്. പക്ഷേ നമ്മളെന്താണ് കുറച്ച് വളരെയധികം ഷോർട്ട് ആക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് ടേംസുകളുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ ഓരോന്നിന്റെ ഫീച്ചേഴ്സുകളോ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അറിഞ്ഞിരിക്കുക, എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സബ് കാറ്റഗറീസ് അല്ലെങ്കിൽ സബ് ഫീച്ചേഴ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ബിനൈൻ മലേറിയ. ബിനൈൻ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ മൈൽഡർ ഇൻ നാച്ചർ. ഒരു മലേറിയയുടെ ഒരു മൈൽഡർ ഫോമിന് പറയുന്ന പേരാണ് ബിനൈൻ മലേറിയ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ കോസ്ഡ് ബൈ ഓൾ ദ 4 സ്പീഷീസ്. 4 സ്പീഷീസുകൾക്ക് എന്താണ് ബിനൈൻ മലേറിയ കോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ട്രയാഡാണ്. 3 മെയിൻ സിംറ്റംസ് അതിനുണ്ടാവും. ഫസ്റ്റ് വൺ ഇസ് ദ ഫെബ്രൈൽ പാരോക്സിസം. ഫെബ്രൈൽ പാരോക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഫീവർ. ഇങ്ങനെ പല സമയത്ത് പല രീതിയിലുള്ള ഫീവർ. ചിലപ്പോൾ നല്ല തണുപ്പ്, നല്ല എന്താണ് പനിയായിരിക്കും. ചിലപ്പോൾ എന്താണ് ആ ഒരു പനി പെട്ടെന്ന് കുറഞ്ഞു വരും. അങ്ങനെ ഒരു പീക്ക് എന്താണ് ഒരു ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഇതിന് പറയുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫെബ്രൈൽ പാരോക്സിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അനീമിയ ഉണ്ടാവാം. അതേപോലെ തന്നെ സ്പ്ലീനോമെഗാലി. സ്പ്ലീനോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലാർജ്മെന്റ് ഓഫ് സ്പ്ലീൻ ആണ്. ഓക്കെ, അപ്പൊ ട്രയാഡ് ഓഫ് ബിനൈൻ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രൈൽ പാരോക്സിസം, അനീമിയ ആൻഡ് സ്പ്ലീനോമെഗാലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ട്രയാഡ് എന്ന് പറയുന്നത് ഫെബ്രൈൽ പൈരോസിസം, അനീമിയ ആൻഡ് സ്പ്ലീനോമെഗാലി ഓഫ് ബിനൈൻ മലേറിയ. ഓക്കെ, ബിനൈൻ മലേറിയയുടെ ട്രയാഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രൈൽ പൈരോസിസം, അനീമിയ ആൻഡ് സ്പ്ലീനോമെഗാലി. നെക്സ്റ്റ് വണ് ഫാൽസിപ്പാരം മലേറിയ അല്ലെങ്കിൽ മാലിഗ്നന്റ് ടേർഷ്യൻ മലേറിയ. ഫാൽസിപ്പാരം മലേറിയ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മോർ അക്യൂട്ട് ആൻഡ് സീവിയർ ഇൻ കേസ് ആണ്. അതായത് സീവിയർ നാച്ചർ ആണെങ്കിൽ എന്താണ് ഫാൽസിപ്പാരം മലേറിയ എന്നാണ് പറയുക. ദേ ഹാവ് ദ മോർ കോംപ്ലിക്കേഷൻസ് ദാൻ ബിനൈൻ മലേറിയ. ബിനൈൻ മലേറിയനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉള്ളതാണെന്ന് ഫാൽസിപ്പാരം മലേറിയ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്താണ് മാലിഗ്നന്റ് ടേർഷ്യൻ മലേറിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് ഓർമ്മയില്ലേ, ഓരോരോ 4-5 സ്പീഷീസിനും ഓരോരോ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് മലേറിയ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഫാൽസിപ്പാരത്തിനാണ് മാലിഗ്നന്റ് ടേർഷ്യൻ മലേറിയ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി അക്യൂട്ട് അല്ലെങ്കിൽ സീവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് അധികമുള്ള ടൈപ്പ് ഓഫ് മലേറിയ ആണ് ഫാൽസിപ്പാരം മലേറിയ എന്ന് പറയുന്നത്. അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസിൽ കുറച്ച് എക്സാമ്പിൾസിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സെറിബ്രൽ മലേറിയ, അതായത് CNS എഫക്ട് ചെയ്യുന്നത്, പെർനീഷ്യസ് മലേറിയ, അതേപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറഞ്ഞാൽ ഏകദേശം യൂറിനൊക്കെ ഇങ്ങനെ ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഹീമോഗ്ലോബിനൂറിയ എന്താണ്, ഹീമോഗ്ലോബിനൊക്കെ മെറ്റബോളിസിനൊക്കെ അഫക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് കളർ യൂറിനൊക്കെ വരും. അതുകൊണ്ടാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ഫാൽസിപ്പാരം മലേറിയ. ആൻഡ് നെക്സ്റ്റ് ആൽജിഡ് മലേറിയ, സെപ്റ്റിസീമിക് മലേറിയ, ഹൈപ്പോഗ്ലൈസീമിയ, റീനൽ ഫെയിലർ, സിവർ ജോണ്ടിസ് എക്സെട്ര. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസുകൾ എന്താണ് ഫാൽസിപ്പാരം മലേറിയയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ബിനൈൻ മലേറിയ ഉണ്ട്, അതേപോലെ തന്നെ ഫാൽസിപ്പാരം മലേറിയ ഉണ്ട്. അടുത്തത് ഈ ഫാൽസിപ്പാരം എന്ന് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. അതായത് ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്തായിരുന്നു, RBCനെ എല്ലാ ഏജസിലുള്ള RBCനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് വൈവാക്സ് ആൻഡ് ഒവേല അറ്റാക്സ് യങ് RBC. പ്ലാസ്മോഡിയം വൈവാക്സ് അതേപോലെ തന്നെ പ്ലാസ്മോഡിയം ഒവേല എന്ന് പറയുന്നത് യങ് RBCനെ മാത്രമേ ഇൻഫെക്ട് ചെയ്യുന്നുള്ളൂ. ഫാൽസിപ്പാരം അറ്റാക്സ് RBC ഓഫ് എനി ഏജ്, ഏത് ഏജിനെയും എന്താണ് ഫാൽസിപ്പാരം പോയിട്ട് ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. വൈവാക്സും അതേപോലെ തന്നെ ഒവേല ആണെന്നുണ്ടെങ്കിൽ എന്താണ് യങ് RBCനെ മാത്രം പോയിട്ട് ഇൻഫെക്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് റെറ്റിക്കുലർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൈൻഡ് ഓഫ് യങ് RBC ആണല്ലോ. അപ്പോൾ റെറ്റിക്കുലർ സൈസ് അതേപോലെ തന്നെ യങ് RBCനൊക്കെയാണത് വൈവാക്സ് അല്ലെങ്കിൽ ഒവേല ഇൻഫെക്ട് ചെയ്യുന്നത്. മലേറിയ ആണെങ്കിലോ ഓൾഡർ RBC, ഓൾഡർ ആയിട്ടുള്ള കുറച്ച് എന്താണ് ഓൾഡർ ആയിട്ടുള്ള RBCനെ പോയിട്ട് മലേറിയ ഇൻഫെക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫാൽസിപ്പാരം ആണെങ്കിൽ എല്ലാ എന്താണ് ഏജസ് ഓഫ് RBCനെയും ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. ഒവേല ആൻഡ് വൈവാക്സ് ആണെങ്കിൽ യങ് ആയിട്ടുള്ള RBCനെ, മലേറിയ ആണെന്നുണ്ടെങ്കിൽ ഓൾഡർ RBCനെ. അതേപോലെ തന്നെ സിക്കിൾ സെൽ ഡിസീസ്, ഹീമോഗ്ലോബിൻ C ആൻഡ് E, HbF, ഫീറ്റൽ ഹീമോഗ്ലോബിൻ, HbF ആൻഡ് തലാസീമിയ ഹീമോഗ്ലോബിൻ, ഇതൊക്കെ ഉള്ള ആളുകൾ എന്താണ് റെസിസ്റ്റന്റ് ടു ഫാൽസിപ്പാരം മലേറിയ ആണ്. അതായത് ഒരു സിക്കിൾ സെൽ ഡിസീസോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ C അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ E, ഹീമോഗ്ലോബിൻ F, തലാസീമിയ ഹീമോഗ്ലോബിൻ, ഇതൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് ഫാൽസിപ്പാരം മലേറിയക്ക് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കുറച്ച് ഇമ്മ്യൂൺ റെസ്പോൺസുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ സിക്കിൾ സെൽ ഡിസീസ്, ഹീമോഗ്ലോബിൻ C ആൻഡ് E, ഫീറ്റൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HbF, തലാസീമിയ ഹീമോഗ്ലോബിൻ, ദേ ആർ റെസിസ്റ്റൻസ് ടു ഫാൽസിപ്പാരം മലേറിയ. അതേപോലെ തന്നെ ഹെറിഡിറ്ററി ഹൊവാലോസൈറ്റോസിസ്, ഹെറിഡിറ്ററി ഹൊവാലോസൈറ്റോസിസ് ഉള്ള ആളുകൾക്ക് എന്താണ് റെസിസ്റ്റൻസ് ടു ഫാൽസിപ്പാരം മലേറിയ. അവിടെ എന്താണ് റിജിഡ് ആയിട്ടുള്ള RBC ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഫാൽസിപ്പാരം മലേറിയ അവിടെ ഇൻഫെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഫാൽസിപ്പാരം മലേറിയക്കും റെസിസ്റ്റന്റ് ആണ് ഹെറിഡിറ്ററി ഹൊവാലോസൈറ്റോസിസ്. പിന്നെ G6PD, ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജനേസ്, G6PD ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ എന്താണ് റെസിസ്റ്റൻസ് ടു ഫാൽസിപ്പാരം മലേറിയ. ദേ ആർ ഓൾസോ റെസിസ്റ്റന്റ് ടു ഫാൽസിപ്പാരം മലേറിയ. ദെൻ ഡെഫി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, ഡെഫി നെഗറ്റീവ് RBCs പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് അവര് പ്രസന്റ് ഓൺ RBC മെമ്പറൈൻ ആക്ട് ആസ് എ റിസെപ്റ്റർ ഫോർ പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് എന്താണ് അതുകൊണ്ട് ഡെഫി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഡെഫി നെഗറ്റീവ് RBC ഉള്ള ആളുകൾ എന്താണ് റെസിസ്റ്റന്റ് ടു വൈവാക്സ് മലേറിയ. ഓക്കെ, ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫാൽസിപ്പാരം മലേറിയ റെസിസ്റ്റൻസ് ടു എന്തൊക്കെയാണ് സിക്കിൾ സെൽ ഡിസീസ്, ഹീമോഗ്ലോബിൻ C ആൻഡ് E, HbF, തലാസീമിയ ഹീമോഗ്ലോബിൻ, ഹെറിഡിറ്ററി ഓവാലോസൈറ്റോസിസ്, G6PD ഡെഫിഷ്യൻസി. ഇത്രയും ആളുകൾക്ക് എന്താണ് ഫാൽസിപ്പാരം മലേറിയ റെസിസ്റ്റന്റ് ആണ്. ഡെഫി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്ക് വൈവാക്സ് മലേറിയ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതും ചില സമയത്ത് ചോദിച്ചു കാണാറുണ്ട്, ഡെഫി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്ക് ഏത് ടൈപ്പ് മലേറിയ ആയിരിക്കും റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ ഫാൽസിപ്പാരം എഴുതരുത്. ബാക്കിയുള്ള മെജോറിറ്റി കേസിൽ എന്താണ് ഫാൽസിപ്പാരമാണ്, പക്ഷെ ഡെഫി നെഗറ്റീവിന്റെ കേസിൽ വൈവാക്സ് ആണ്. അടുത്തത് എപ്പിഡെമിയോളജി ഓഫ് മലേറിയ, ജസ്റ്റ് അതിന്റെ എപ്പിഡെമിയോളജി ആണ്. അതായത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് പ്രിഡോമിനന്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് നോക്കുമ്പോൾ എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മോസ്റ്റ് പ്രിഡോമിനന്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ നോക്കുമ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് മോസ്റ്റ് കോമൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഒഡീഷയിലാണ് മോസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ളത്. ഇന്ത്യയുടെ കേസിൽ ഒഡീഷയിലാണ് മോസ്റ്റ് എഫക്റ്റഡ് കേസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഫാൽസിപ്പാരം ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് നോക്കുമ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്, പക്ഷേ ഇന്ത്യയുടെ കേസിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ്. ഈ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് എന്താണ്
അല്ലെങ്കിൽ കുറച്ച് ഓർഗനൈസേഷൻസിന്റെ പേരുകളുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ജനറൽ സയൻസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകൾ, ഇന്ത്യ എന്താണ് ഒരുപാട് പ്രോഗ്രാംസുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടു കൺട്രോൾ ദ മലേറിയ, നോട്ട് ഓൺലി ഫോർ ദ മലേറിയ, സോ അതർ ഡിസീസസ് ലൈക്ക് ഫൈലേറിയ, അതേപോലെ തന്നെ ഡെങ്കു, അങ്ങനെ ഒരുപാട് ഡിസീസുകൾ സ്പ്രെഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ, ഒരുപാട് എന്താണ് സ്കീമുകൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഇൻ ഏപ്രിൽ 1953 ഇറക്കിയ ഒരു പ്രോഗ്രാമാണ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നാഷണൽ മലേറിയ എറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ 1958, മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ഇൻ 1977, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഇൻ 2005. ഈ National Vector Borne Disease Control Program, not only for the malaria but also for the dengue, chikungunya, Japanese encephalitis, Kala-Azar, lymphatic filariasis. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാംസ് 2005 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ന്യൂവർ പ്രോഗ്രാം എന്ന് പറയുന്നത് റോൾ ബാക്ക് മലേറിയ ആണ്. റോൾ ബാക്ക് മലേറിയ WHO അതുപോലെ തന്നെ UNICEF കൂടി കമ്പൈൻ ചെയ്തിട്ട് 1998 ആദ്യമായിട്ട് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് 2000 ആയപ്പോഴേക്കും അത് റീഫോം ചെയ്ത് ഒന്നും കൂടെ റിനോവേറ്റ് ചെയ്ത് അവരുടെ എയിം എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 2010 അല്ലെങ്കിൽ 2015 ആകുമ്പോഴേക്കും എന്താണ് മലേറിയ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു എന്താണ് 75% 2015 ആകുമ്പോഴേക്കും ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് അവരത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനിപ്പോ ആ ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് റോൾ ബാക്ക് മലേറിയ എന്നുള്ളത്. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വിച്ച് വൺ ഓഫ് ദ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ WHO അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു റിഡ്യൂസ് ദ മലേറിയൽ ഇൻഫെക്ഷൻ, അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ റോൾ ബാക്ക് മലേറിയ എന്ന് പറയുന്നത് WHO UNICEF ഇറക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യ ഇറക്കിയുള്ള പ്രോഗ്രാം 2005 നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാണ് വേൾഡ് മലേറിയ ഡേ എന്നുള്ളത്. ഈ അടുത്താണ് എന്താണ് 25th ഏപ്രിലാണ് അത് വേൾഡ് മലേറിയ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നാണ് വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്നത് എന്താണ് 25th ഏപ്രിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ലാബ് ഡയഗ്നോസിസ് ആണ് പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെ പറഞ്ഞു? കോസറ്റീവ് ഏജന്റ് പറഞ്ഞു, ചെറിയ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി പറഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലൈഫ് സൈക്കിൾ പറഞ്ഞു, അതിന്റെ പത്തോജനസിസ് ആൻഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.